അതെ ഗൈസ്, അനുമോൾ ആറാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാടുകയാണ്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 86ാമത്തെ ദിവസത്തേക്ക് എത്തുമ്പോഴേക്കും അനുമോൾ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് ആ മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നു. നെവിൻ അവിടെ ഇവിടെയും കുറച്ച് മരുന്നുകളൊക്കെ ഇട്ടുകൊണ്ട് ആ എൻ്റർടൈനർ മോഡിൽ നിന്നുകൊണ്ട് പുള്ളി ഇന്നത്തെ ദിവസം തകർത്തു. ആദിലയും നൂറയും അവരുടെ ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ, അത് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേം കൂടി മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. ആദിലയും നൂറയും അവർ വളരെ ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരറിഞ്ഞില്ല അതിനേക്കാൾ ചീപ്പ് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരാളുടെ കൂടെ നിന്നാണ് അവരത് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ നിരവധി സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ള അനീഷേട്ടൻ ഒരു മരപ്പാവ മാത്രമല്ല, വേണ്ടുന്ന സമയങ്ങളിൽ ഒരു മിഷൻ ഗണ്ണ് വരെ ആകാൻ ശേഷിയുള്ള ഒരാളാണ് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ എപ്പിസോഡിൻ്റെ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു സോറി പറയാണ്. ഇന്നലത്തെ ദിവസം നമ്മുടെ ആദിലയുടെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള 25,000 രൂപ സ്വന്തമാക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് വീഡിയോയിൽ പരാമർശിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അതിന് മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഒരു ഗംഭീര ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത്രയും തവണ തുടർച്ചയായി ഈ ഒറ്റക്കാലിൽ നിന്ന് ആ പണം ഞാൻ സ്വന്തമാക്കുമെന്ന് പറയുന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അവിടെ നിൽക്കുക, മത്സരിക്കുക എന്ന് പറയുന്നത് അത് ആദിലയുടെ ക്ഷമ, അവരുടെ സ്റ്റാമിന, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. അവർ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആദിലേക്ക് ഒരു കൺഗ്രാജുലേഷൻ പറയാണ്. പക്ഷേ ആദിലയും നൂറയും ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ വളരെ മോശമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഈ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആദില, നൂറ, അനുമോൾ, നെവിൻ, സാബുമാൻ തുടങ്ങിയവർ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ചർച്ചയാണ്. നെവിൻ ആദ്യം എനിക്കൊന്ന് ഒറ്റപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഒറ്റപ്പെടാൻ വിടില്ല, നമ്മൾ അക്ബറിനെയാണ് ഈ ആഴ്ച ഒറ്റപ്പെടുത്താൻ പോകുന്നതെന്ന് ആദില നൂറമാരുടെ ഒരു വർത്താനമൊക്കെ ഉണ്ട്. അതിനിടയിൽ നെവിനൊരു സാധനം പൊക്കിയെടുത്ത് അങ്ങിടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സാബുമാൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് അനുമോളുടെയും ആദിലയുടെയും നൂറയുടെയും മുന്നിൽ വെച്ച് അയാൾ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് വളർന്നു വരുന്നുണ്ട്, അതിനെ തകർക്കണം എന്നുള്ള രീതിയിൽ സാബുമാൻ തന്നോട് പറഞ്ഞതായിട്ട് നെവിൻ ആ ഗ്രൂപ്പിലിരിക്കുന്നവരോട് പറയുന്നു. ഇത് മറ്റാരും ക്യാച്ച് ചെയ്തിട്ടില്ലെങ്കിലും അനുമോൾ ഉറപ്പായും ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീടുള്ള അവരുടെ ഈ ദിവസത്തെ പെർഫോമൻസിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും നെവിൻ സാബുമാനെ ഈ കൂട്ടത്തിൽ ഒറ്റ കൊടുത്തിട്ടുണ്ടാവുക? അതിൻ്റെ പിന്നിൽ കുറച്ചധികം കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ബിഗ് ബോസ് ഹൗസാണ്. ഇവിടെ നമ്മൾ സ്ഥായിയായ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി കുറച്ച് ആളുകൾക്കെതിരെ കളിച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരാളോടുള്ള പ്രതികാരം ഉള്ളി വെച്ചുകൊണ്ട് നടന്നിട്ടോ കാര്യമില്ല. നമ്മൾ അപ്പം നമ്മുടെ ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റണം. ചില ആൾക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരും, ചില ആൾക്കാരെ നമ്മൾ ഒന്ന് തട്ടി മാറ്റേണ്ടി വരും, ചിലപ്പോൾ തട്ടി മാറ്റിയ ആളെ വീണ്ടും നമ്മൾ കൂടെ നിർത്തി കളിക്കേണ്ടി വരും. ഇത് അങ്ങനെ ഒരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ സ്വാഭാവികമായും അനുമോളോടുള്ള ആ ഒരു ദേഷ്യ പ്രകടനത്തിൽ ഊന്നി ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതും, സാബുമാൻ്റെ ഡബിൾ സ്റ്റാൻഡ് പൊളിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും ഇതിലൊരു വലിയ ഘടകമാണ്. ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം അക്ബറിനോട് നെവിൻ പറയുന്നുണ്ട്, എനിക്ക് സാബുമാനോട് ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അത് ഇതോടുകൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? നമ്മൾ സാബുമാനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അനുമോളുടെയൊക്കെ PR ഏജൻസി പറയുന്ന പോലെ സാബുമാൻ ഒരു നോട്ടയാണ്. അതായത് നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വേറെ ആർക്കും വോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല എന്നാണെങ്കിൽ നോട്ടയ്ക്ക് കുത്തുക എന്നുള്ളതാണല്ലോ. ആ ഒരു രീതിയിലാണ് സാബുമാൻ അവിടെ നിന്ന് പോകുന്നത്. PR ഏജൻസികൾ ഇതും പറയും ഇതിനപ്പുറവും പറയും, നമുക്കറിയാമല്ലോ. ആക്ച്വലി സാബുമാൻ ഒരു നോട്ടയല്ല. ഇനി ബിഗ് ബോസിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി സാബുമാൻ ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ആണെങ്കിൽ ബിഗ് ബോസിനോട് എതിർപ്പുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണാതിരിക്കുകയല്ലേ ചെയ്യുള്ളൂ. ബിഗ് ബോസിൽ നിന്ന് മാറി നിൽക്കുക, സ്വാഭാവികമായും അവരുടെ റേറ്റിംഗ് ഇടിയുകയും അങ്ങനെ ബിഗ് ബോസിനോടുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ പേരിൽ ഈ വോട്ട് മാറ്റി കുത്തുക എന്ന് പറയുന്നത് ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വോട്ട് മറിച്ച് കുത്താൻ ഒരു നെവിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു മരപ്പാവയെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായും സാബുമാന് വോട്ട് മാറ്റി കുത്തുക എന്ന് പറയുന്നതാണ് PR ഏജൻസികളുടെ ഒരു പരിപാടി. സാബുമാനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അയാൾ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. നമ്മളിപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് ഇവർ വന്ന സമയം നോക്കുകയാണെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന 4 വൈൽഡ് കാർഡ് എൻട്രീസും ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായി പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും പല കുറ്റങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും സാബുമാനെ നമ്മൾ അവിടെയും കാണും. പക്ഷേ മറ്റേ ആളുകളുടെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പാണല്ലോ, ഒന്ന് വൈൽഡ് കാർഡ് എൻട്രീസും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവരും. ഈ 2 ഗ്രൂപ്പിലും സാബുമാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യക്ഷത്തിലുള്ള ഫൈറ്റ് സാബുമാൻ ആരോടും തുടങ്ങി വെച്ചിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ആര്യൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആര്യൻ, നെവിൻ, അക്ബർ, ഇപ്പുറത്തെ സൈഡിൽ ആദില, നൂറ, ഷാനവാസ്, അനുമോൾ. ഈ 2 ഗ്രൂപ്പിലും സാബുമാനുണ്ട്. എല്ലാ തവണത്തെയും ബിഗ് ബോസ് സീസൺസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫൈനൽ 5ലേക്ക് വരുന്നതിൽ ഒരു വാഴ എന്തായാലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു വാഴ എന്നുള്ള രീതിയിലാണ് സാബുമാൻ അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ വാഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. എല്ലാ ഗ്രൂപ്പിലും പോയിരുന്ന് അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കും, എന്നിട്ട് അവിടെ തൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇടും. അങ്ങനെ ഒരു നല്ല ഇമേജ് എല്ലാ ഗ്രൂപ്പുകളിലും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. എല്ലാ ആവശ്യത്തിനാണ്, ആവശ്യത്തിന് പാരവെപ്പ്, ആവശ്യത്തിന് വിമർശനം, ആവശ്യത്തിന് സപ്പോർട്ട്. പക്ഷേ സാബുമാൻ്റെ ഈ സ്ട്രാറ്റജി മനസ്സിലാവണമെങ്കിൽ ഒന്നെങ്കിൽ ലാലേട്ടൻ വരുന്ന ആ ഒരു
വീക്കെൻഡ് എപ്പിസോഡ്സ് കാണണം, അല്ലെങ്കിൽ നോമിനേഷൻ കാണണം. നെവിനെ സംബന്ധിച്ച് എന്തായാലും ഈ നോമിനേഷൻ പാർട്ട് അത്ര കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ വോട്ട് വരുന്നതിൻ്റെ ഒരു എണ്ണമൊക്കെ വെച്ചുകൊണ്ട് നെവിൻ ഊഹിച്ചെടുത്തിട്ടുണ്ടാവും. ലാലേട്ടൻ വരുന്ന ആ എപ്പിസോഡുകളിൽ ലാലേട്ടൻ പല കാര്യങ്ങളെക്കുറിച്ചും സാബുമാനോട് ചോദിക്കുമ്പോൾ സാബുമാൻ അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ആദ്യം കേൾക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു ന്യായാന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ എന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടിലേക്ക്, ഈ ന്യായവും അന്യായവും എല്ലാം പറഞ്ഞതിന് ശേഷം ഒരാളെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം എന്താണ്, ലാലേട്ടൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതൊക്കെ ഏകദേശം നോക്കിയിട്ടാണ് ഇയാൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക. ഇത് വീക്കെൻഡ് എപ്പിസോഡ് വന്നപ്പോഴേക്കും നെവിൻ എന്തായാലും ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാബുമാൻ്റെ ഈ ഒരു നേച്ചർ, ഇതിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ PR ഏജൻസികൾ പുറത്ത് സാബുമാനെ പല രീതിയിൽ കൊണ്ടാടുന്നത്. വേറെ ആർക്കെങ്കിലും വേണ്ടി വോട്ട് മറിച്ച്, വേറൊരാളെ എവിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ട് മറിച്ച് സാബുമാനിലേക്ക് എത്തിക്കാൻ വേണ്ടി PR ഏജൻസികൾ തീരുമാനിക്കുന്ന ആഴ്ച സാബുമാൻ ഹീറോ ആയിരിക്കും, സാബുമാൻ സൂപ്പറാണ് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്ത ഘട്ടം വരുന്ന സമയത്ത് സാബുമാൻ ഇച്ചിച്ചിയാണ്, അല്ലെങ്കിൽ വേറെ വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് PR ഏജൻസികൾ സാബുമാനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ എല്ലാവരും നോമിനേഷനിൽ വന്നു എന്നറിയുമ്പോൾ സാബുമാൻ്റെ മുഖത്ത് അദമ്യമായൊരു സന്തോഷം നമുക്ക് കാണാൻ പറ്റും. അതായത് സാബുമാൻ്റെ ഈ പറയുന്ന ഒരു ഇമേജ് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് ഇനി അധികം മുന്നോട്ട് പോകണമെന്നില്ല. കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് സാബുമാൻ നെവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവനറിയാം എന്നെ എങ്ങനെ ട്രിഗർ ചെയ്യണമെന്ന് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. നെവിൻ അറിയാം, നെവിൻ ട്രിഗർ ചെയ്യുന്നത് തനിക്ക് കൊള്ളുന്നുണ്ട് എന്ന് സാബുമാനും മനസ്സിലായിട്ടുണ്ട്. സാബുമാൻ ഇവിടെ പുറത്ത് എല്ലാവരുടെ അടുത്തും ചിരിച്ച് കളിച്ചൊക്കെ വർത്താനം പറയുമെങ്കിലും വളരെ അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ സാബുമാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഈ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അയാൾ ഈ കാര്യം അവിടെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അയാളുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു അഗ്രസീവ് നേച്ചർ കിടപ്പുണ്ട്. അത് കുറച്ച് നാളൊക്കെ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റും, പക്ഷേ ലാലേട്ട അത് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് ചാടിയേക്കാം എന്നൊക്കെ പറയുന്ന ആ ഒരു മോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. അത് വലിയ ചീത്തപ്പേരൊന്നുമില്ല, ആവശ്യത്തിന് ഫെയിമൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാവരോടും നല്ല രീതിക്കാണ് നിൽക്കുന്നത്. സ്വരം നല്ലപ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നൊരു പരിപാടിയിലേക്കൊക്കെ സാബുമാൻ എത്തിച്ചേർന്നുണ്ട്. പക്ഷേ നെവിൻ അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നെവിൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവിക ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുവരെ ലാലേട്ടൻ പിടിച്ച് കുടയൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീക്കെൻഡിലാണ് ലാലേട്ടൻ നെവിനെ പിടിച്ച് കുടയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ കാണിച്ചു എന്നുള്ളതാണ്. നെവിനെ സംബന്ധിച്ച് നെവിൻ ഈ പറയുന്ന പ്രതികാരമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഈ പറയുന്ന അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതുപോലെയുള്ള ഷാനവാസിന് നേരെ ഇതിനൊക്കെ വേറൊരു സൈഡും കൂടി ഉണ്ട്. എങ്കിൽ പോലും നെവിൻ അങ്ങനെ കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അല്ലാതെയും നെവിന് തൻ്റെ ഗെയിം കളിക്കാൻ അറിയാം. അതിൻ്റെ ഒരു മനോഹരമായ ആഖ്യാനമാണ് നമ്മളിവിടെ കണ്ടത്. അനുമോളുടെ അടുത്ത് നെവിൻ പറയുന്നത് എങ്ങനെയാണ്, നീ എത്ര വൃത്തികെട്ടവളാണെങ്കിലും എത്ര അലവലാതിയാണെങ്കിലും ഇവൻ എന്തിനാണ് ഈ നാരദപ്പണി ചെയ്യുന്നത് എന്നുള്ളതാണ് നെവിൻ്റെ ചോദ്യം. അതായത് അനുമോളുടെ മുഖത്ത് നോക്കി വിളിക്കാനുള്ള 2 ചീത്തയും നെവിൻ വിളിച്ചു. അതിനുശേഷമാണ് ഇവൻ നാരദപ്പണി എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലൂ അനുമോൾക്ക് കൊടുക്കുന്നത്. അനുമോൾ അത് കൃത്യമായി ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാബുമാൻ്റെ ഈ ഒരു നേച്ചർ, അത് ഞാൻ മനസ്സിലാക്കുന്ന നെവിനെ എന്ന് വേറൊരു ഭാഷയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അനുമോൾ അറിഞ്ഞോ അറിയാതെയോ താനൊരു വൃത്തികെട്ടവളും അലവലാതിയുമാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൂടി അംഗീകരിച്ച് പോയിട്ടുണ്ട്. സാബുമാൻ നമ്മൾ ഈ കാണുന്ന സാബുമാനല്ല, സാബുമാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാബുമാനും അല്ല, വേറൊരു സാബുമാനാണ് എന്നുള്ളത് ആക്ച്വലി ആദ്യം തുറന്നു കാണിക്കുന്നത് ലാലേട്ടനാണ്. സാബുമാൻ്റെ വീട്ടിലുള്ള ഒരാളെ ഒക്കെയാണ് വിളിച്ചിട്ടുള്ളത്. ഈ അച്ഛനെ വിളിക്കൽ ചർച്ചയൊക്കെ വന്ന സമയത്ത് സാബുമാൻ്റെ വീട്ടിലുള്ള ഒരാളെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യാമെന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ കളി മാറില്ലേ ലാലേട്ട എന്ന് പറഞ്ഞ് സംസാരിച്ച സാബുമാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പുറത്തായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെയും ഈ പറയുന്ന നെവിനോടടക്കം പല രീതിയിൽ പല സമയങ്ങളിലായിട്ട് പുറത്തായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ, ഫിസിക്കലാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്ന സാബുമാനെ നെവിൻ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അനുമോളും നെവിനും തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് അത് അവർ ഡീൽ ചെയ്യും. അതായത് നെവിൻ ആലോചിക്കുന്നത് ഞാനും അനുമോളും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്ക്രീൻ സ്പേസ് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. അതിൻ്റെ ഇടയിൽ കോലിട്ടുകളൊക്കെ ഇളക്കാൻ ഒരു നാരദപ്പണി എടുക്കാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ട എന്നുള്ള ആ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അനുമോളുടെ മുന്നിൽ സാബുമാനെ നെവിൻ തുറന്നു കാണിച്ചിട്ടുണ്ടാവുക. എന്തായാലും ആ ഒരു തുറന്നു കാണിക്കൽ സാബുമാനെ സംബന്ധിച്ച് നല്ലോണം പൊളിഞ്ഞിട്ടുണ്ട്. സാബുമാൻ അതിനുശേഷം നെവിനോട് വീണ്ടും പറയുന്നുണ്ട്, പുറത്തിറങ്ങിയിട്ട് ഞാൻ നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. അപ്പം നെവിൻ പറയുന്നുണ്ട്, നീ എന്നെ തല്ലടാ, നീ എൻ്റെ പല്ല് താഴെ കൊഴിച്ചിട്, എന്നിട്ട് നീ ഇവിടുന്ന് എവിക്റ്റായിപ്പോ എന്ന് പറയുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം സാബുമാൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുള്ളി ഇങ്ങനെ പഞ്ച് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ ഉള്ളിലുള്ള അഗ്രഷൻ, ആ ദേഷ്യം അയാൾ അങ്ങനെ എക്സേർട്ട് ചെയ്ത് കളയാണ്.
പക്ഷേ അങ്ങനെ എക്സേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ നെവിൻ കുറച്ചും കൂടി ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സാബുമാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ആ ഒരു ഇമേജിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാബുമാൻ ആഗ്രഹമില്ല. ഈ ആഴ്ച എവിക്റ്റായി പോകണമെന്ന് തന്നെയായിരിക്കും സാബുമാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടാവുക. നെവിൻ ഇത് തുടങ്ങി വെച്ചു, നെവിന് പറയാനുള്ളത് പറഞ്ഞു, എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് ഈ സാധനത്തിൽ കയറി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി കയറി പിടിക്കുന്നത് അനുമോളാണ്. അനുമോൾ അപ്പം തന്നെ പറയുന്നുണ്ട്, എനിക്കത് മുൻപേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നീട് അങ്ങോട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങുന്ന അലപ്പറകൾ, അതിൻ്റെ ഒരു തുടക്കം നമുക്ക് സാബുമാനിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അനുമോളും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഫൈനൽ 5 ആണ്, അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടക്കാനുള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് മതി, ഗ്രൂപ്പായിട്ട് അങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും തമ്മിൽ ഗെയിം കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. ഇല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യം സംഭവിക്കും, അത് വോട്ട് സ്പ്ലിറ്റ് ആവുക എന്നുള്ളതാണ്. അനുമോൾ ആദില നൂറൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അനുമോളുടെ വോട്ടിൽ ഒരു വോട്ടൊക്കെ മിസ്സാവുക എന്ന് പറഞ്ഞാൽ പോലും അത് അനുമോൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അനുമോളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വൃത്തികേടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ വൃത്തികേടുകളൊക്കെ നമ്മൾ വൃത്തികേടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഗെയിമായി കാണണമെന്ന് വേറെ പല ആളുകളും പറയാറുണ്ട്, നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അനുമോൾ കളിച്ചിട്ടുള്ള ഗെയിം അതൊരു എപ്പിക് പരിപാടിയാണ്. നമുക്ക് ആരാധന തോന്നിപ്പോവും, എന്താ അനുമോളെ കാണിക്കണേന്ന്. അത് അനുമോൾ അതിൻ്റെ അവസാന നിമിഷം വരെയും തൻ്റെ ഗെയിമിനെ ഹോൾഡ് ചെയ്തൊരു രീതി ഉണ്ടല്ലോ, അതും അഭിനന്ദനാർഹമാണ്. നമ്മൾ അടുക്കളയിലേക്ക് കടക്കുകയാണ് ഗൈസ്. അടുക്കളയും അനുമോളും ഒരു പ്രത്യേകതരം കോമ്പിനേഷനാണ്. തീയും പുകയും ഒക്കെ ഉണ്ടാവും. ഡ്രാഗൺ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പാഞ്ഞു പോകുന്നതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നത്തെ അടുക്കളയിലെ വഴക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് സാധാരണ അക്ബറോ നെവിനോ ഇനിയിപ്പോൾ ഔട്ടായി പോയിട്ടുള്ള ഇപ്പോൾ ആര്യനടക്കമുള്ള ആളുകളൊക്കെ അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ അനുമോൾ ചിലപ്പോൾ ചീറി അടുത്തുകൊണ്ട് ആക്രമിക്കാൻ ആയിരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു ജലപീരങ്കിയൊക്കെ വെച്ച് വെടിവെച്ചിടേണ്ട കേസുകളൊക്കെ ആണെങ്കിൽ അത് സാബുമാൻ ചെയ്തു കഴിഞ്ഞാൽ, അതായത് അക്ബറും നെവിനും ചെയ്യുന്ന അതേ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ ആരോപണങ്ങളോ സാബുമാൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അനുമോൾ ഒരു 2 തുള്ളി വെള്ളം കൊണ്ടൊക്കെ ഹാൻഡിൽ ചെയ്ത് കളയും. അത് ഇങ്ങനെയാടാ, അതങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ വളരെ സോഫ്റ്റായി അത് ഹാൻഡിൽ ചെയ്യുന്ന അനുമോളെ നമുക്ക് കാണാൻ പറ്റും. സാബുമാനെയും അതുപോലെ ആദിലയും നൂറയൊക്കെ അനുമോളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കൂടുതൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ സാബുമാൻ്റെ ഒരു ചെറിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് തുടക്കമിട്ട് കൊടുക്കുന്ന അനുമോൾ തന്നെയാണ്. പക്ഷേ ആ ചോദ്യത്തിൽ കയറി പിടിച്ച് തീയാവുന്ന അനുമോളെയാണ് നമ്മൾ കാണുന്നത്. കിച്ചണിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അനുമോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യം വളരെ സിമ്പിളാണ്. അരി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതായത് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ചോറ് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അരി കൂടുതലിട്ടു, ചോറ് കൂടുതലായിപ്പോയി. പക്ഷേ പയറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കൃത്യം അളവിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ അരിയും പയറും ഒക്കെ എല്ലാവരുടെയും റേഷനായിട്ടുള്ള കാര്യങ്ങളാണ്. ചോറ് ബാക്കി വന്ന സിറ്റുവേഷനെ അക്ബർ നല്ലോണം മുതലെടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞു പോകുന്നൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അവരെ നിർത്തിപ്പൊരിക്കാൻ പാകത്തിന് അനുമോൾ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം, ചോറ് ഒരുപാട് മിച്ചം വന്നു, ഇവർ അളവ് നോക്കിയൊന്നും അല്ല പാചകം ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യമാണ്. ആ പാത്രമൊക്കെ എടുത്ത് ഓടി വന്ന അനുമോളെ നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ചോറ് ബാക്കി വന്നല്ലോ, അപ്പോൾ നീ ഡയലോഗ് അടിച്ച് നീ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ചോറ് കൂടുതലായിപ്പോയി, പയർ കൃത്യം അളവിലാണുള്ളത്. അനുമോളെ അക്ബർ ചോദ്യം ചെയ്യുന്ന ഈ ഒരു സംഭവത്തിനെയാണ് കുറേ ആളുകൾ അനുമോളുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ ആഘോഷിക്കുന്നത്. പക്ഷേ അതൊന്നും ഒരു കർമ്മയല്ലടോ, ശരിക്കുള്ള കർമ്മ കറങ്ങി വരാൻ പോണേ ഉള്ളൂ. എന്തായാലും കിച്ചണിൽ ആഹാരം വിളമ്പുന്ന സമയത്ത് അനുമോൾ രാവിലെ അവിടെ കുക്ക് ചെയ്തിട്ടുണ്ട്, ഉച്ചയ്ക്കും കുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ ഇങ്ങനെ ചോറ് വിളമ്പുന്ന കൂട്ടത്തിൽ നമ്മുടെ സാബുമാൻ വന്നിട്ട് സാബുമാൻ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ. ആ ചോറിന് കുറച്ചും കൂടി പയർ വേണമെന്ന് പറഞ്ഞു. സാബുമാൻ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, എല്ലാവരുടെയും റേഷനാണ്, അവൻ്റെ പങ്ക് അവന് കൃത്യമായി എല്ലാവർക്കും തുല്യമായി വീതം വെച്ച് കൊടുക്കണം, അവൻ്റെ പങ്ക് അവന് ചോദിച്ച് വാങ്ങിക്കാം. സാബുമാൻ വളരെയധികം ഹെൽത്ത് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇത്ര കാർബോഹൈഡ്രേറ്റ്, ഇത്ര പ്രോട്ടീൻ എന്നൊക്കെ പറയുന്ന ഒരു കണക്കുണ്ടല്ലോ. അങ്ങനെ പയറിൽ നിന്നുള്ള മാക്സിമം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം പയർ കൂടുതൽ ചോദിച്ചു. അപ്പം നീ അത്രയും ചോറ് എടുത്തിട്ടില്ല, നിനക്ക് അത്രയും പയറിൻ്റെ ആവശ്യമില്ല എന്ന് അനുമോൾ ചേച്ചി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. കാരണം കിച്ചണിൽ എല്ലാവർക്കും വെച്ച് വിളമ്പുന്നത് ഞാനാണല്ലോ, എനിക്ക് എൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, അതനുസരിച്ചേ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ വിചാരിക്കാം. പക്ഷേ ഇവിടെ അനുമോൾ ഒരു വെടിവെക്കാണ്. ആ വെടിക്ക് ഒരു പക്ഷിയല്ല 2 പക്ഷികളാണ് വീഴാൻ പോകുന്നത്. അതിൽ പക്ഷി നമ്പർ 1 സാബുമാനാണ്. സാബുമാൻ ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അനുമോൾ സാബുമാനെ ആശ്വസിപ്പിച്ച് കുറച്ചും കൂടിയൊക്കെ ഇട്ടുകൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പറഞ്ഞു വിടും. പക്ഷേ ഇന്ന് അനുമോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിനെല്ലാം സർവ്വം സാക്ഷിയായിട്ട് സൂര്യഭഗവാൻ കത്തിജ്വലിച്ച് നിൽക്കുന്നത് പോലെ അനീഷേട്ടൻ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷി നമ്പർ 2 പക്ഷി നമ്പർ 2 പ്രത്യേകതയുണ്ട്. അത് പക്ഷിയല്ല, പക്ഷികളാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദില നൂറമാരുടെ ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പക്ഷി നമ്പർ 2 പ്രത്യേകത, അതൊരു ഗംഭീര പക്ഷിയാണ്. അനുമോൾ ഒരുപാട് വട്ടം തൻ്റെ ചെറുകിൻ്റെ അടിയിൽ നിന്ന് ഓടിച്ചു വിടാൻ നോക്കിയിട്ടും ഓടിപ്പോവാത്ത പക്ഷികൾ, അനുമോളുടെ വോട്ട് ബാങ്കിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന പക്ഷികൾ. അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും അനുമോളുടെ വോട്ട് കൊണ്ടൊന്നും അല്ല അതിലവിടെ നിന്നിട്ടുള്ളത് എന്ന്. പക്ഷേ
അതവർ സമ്മതിക്കുന്നത് നമ്മൾ ഇതേ എപ്പിസോഡിൽ കാണുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള ഈ 2 പക്ഷികൾ അത് ആക്ച്വലി ബൈ ലക്ക് വന്ന് വീണതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം അനുമോൾ ഇങ്ങനെ ഈ ഭക്ഷണം വെച്ചതിൻ്റെയും വിളമ്പുന്നതിൻ്റെയും കണക്ക് പറയുന്ന സമയത്ത് ആദില അത് കയറി പിടിക്കുന്നുണ്ട്. ആദിലയും നൂറയും അനുമോൾക്കൊപ്പം നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേർക്കും അറിയാം ഇവരുടെ ഉള്ളിലെ സൗഹൃദമല്ല അവരെ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. അത് ഈ ഗെയിമിൽ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായുള്ള സൗഹൃദം കാണിക്കലാണ്. അനുമോൾക്ക് നമ്മളിതിനു മുമ്പുള്ള ഈ ആദില നൂറ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആദില നൂറമാർ അനുമോൾക്കൊപ്പം നിൽക്കും. അനുമോളുടെ പല കാര്യത്തിനും കൂടെ നിൽക്കുന്നത് പോലെ ചെറിയ ചെറിയ വിമർശനങ്ങൾ എന്നുള്ള രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാ അനുമോളുടെ ജീപ്പ് ഗെയിമിനും കൂടെ നിൽക്കും. പക്ഷേ അവർ രണ്ടുപേരും മാത്രമായി മാറിയിരിക്കുന്ന സമയങ്ങളിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും അനുമോളെ കൃത്യമായി അവർ ഒറ്റ കൊടുക്കാറുണ്ട്. ഇത് അനുമോൾക്ക് എന്തായാലും ഉറപ്പായിട്ടും അറിയാൻ പറ്റും. ഷാനവാസ്കയുടെ കാര്യത്തിലും അവർ ഈ സ്ട്രാറ്റജി പിന്തുടരുന്നുണ്ടെങ്കിലും ഷാനവാസിന് ഇതൊന്നും മനസ്സിലാവില്ല. അത് പക്ഷേ അനുമോൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും പലവട്ടം, പ്രത്യേകിച്ച് നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് ഡീൽ ചെയ്തതിന് ശേഷവും അനുമോൾ പറയുന്നുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങുന്നവരെ നിങ്ങൾ ഇനി എന്നോട് മിണ്ടാൻ പാടില്ല എന്ന്. പക്ഷേ ആദിലയുടെ ഒരു ടിപ്പിക്കൽ പരിപാടി എന്താണെന്ന് വെച്ചാൽ അനുമോളെ പറയാനുള്ളത് മുഴുവൻ പറയും. അത് കഴിഞ്ഞ് അനുമോൾ മൂക്കത്ത് ശുണ്ടിയുമായി നടക്കുന്ന സമയത്ത് മൂക്കത്താ ശുണ്ടി എന്ന് പറഞ്ഞ് അനുമോളെ ഇങ്ങനെ ശല്യം ചെയ്ത് ആ സൗഹൃദത്തിൻ്റെ ട്രാക്കിലേക്ക് അനുമോളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അനുമോൾ ആ ട്രാക്കിൽ പലപ്പോഴും വീണ് പോയിട്ടുണ്ട്. പക്ഷേ ഈ എപ്പിസോഡ് ഇത് നിങ്ങൾ തുടരെ കാണണം. ആ സ്ട്രാറ്റജിയും പൊളിച്ചെടുക്കുന്ന അനുമോളെ നമുക്ക് കാണാൻ പറ്റും. കിച്ചണിലെ വഴക്കിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ അനുമോൾ സ്ഥിരം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക് തോന്നും. കാരണം അനുമോൾക്ക് തന്നെ കുക്ക് ചെയ്യണം, അനുമോൾക്ക് തന്നെ വിളമ്പണം, ഇതൊക്കെയാണ്. ശരിക്കും ആ കിച്ചണിലെ വഴക്കും ബഹളമൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷാനവാസ്കയുടെ ഒരു പ്രമോ ആണ് ഓർമ്മ വന്നത്. കിച്ചൺ കാണുമ്പോൾ എന്താ ശാന്തത എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് നാക്ക് ഉള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ. ആ കിച്ചണിൽ സ്ഫോടനം ഒന്നും നടക്കാഞ്ഞത് ഭാഗ്യം എന്നുള്ള രീതിയിൽ അത്രയും ബഹളം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ജഗതി ചേട്ടൻ്റെ പഴയ ഒരു കോമഡി ഉണ്ടല്ലോ, ഒരു ശാന്തമായ ഒരു രാത്രി കൂറ്റിരുട്ട്, ആ 1 ബോംബ് 2 ബോംബ് എന്ന് പറയുന്നത് പോലെ ബോംബുകൾ ഇങ്ങനെ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ആ വഴക്ക് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആദില അനുമോളെ എക്സ്പോസ് ചെയ്യുകയാണ്, അനുമോളുടെ ഗെയിമിലെ മോശം കാര്യങ്ങൾ തുറന്നു പറയുകയാണെന്ന്. ആക്ച്വലി അനുമോൾ കുഴിച്ച വാരിക്കുഴിയിലേക്ക് ആദില മൂക്കും കുത്തി വീഴുന്ന കാഴ്ചയാണ്. പിന്നെ അങ്ങോട്ട് ക്ലാസിക്കുമാണ്. അനുമോളും ആദിലയും തമ്മിലുള്ള വഴക്ക് നടക്കുകയാണ്. ഇതിൽ ആദിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന് പറയുന്ന സിനിമയില്ലേ, അതിനകത്ത് KPS ലളിത, കലാരഞ്ജിനി, ബിന്ദു പണിക്കർ ഇവർ 3 പേരും മരുമക്കളാണല്ലോ. ഈ 3 മരുമക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഫോൾട്ടുകളൊക്കെ അറിയാം. പക്ഷേ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നു. എന്നാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇവരിത് മുഴുവൻ തുറന്നു പറയും, വിളിച്ചു പറയുകയാണ് ചെയ്യുക. ആദില നൂറ അനുമോളുമാരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾട്ടുകളും അവരുടെ ഗെയിം പ്ലാനുകളും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ആദിലയും നൂറയും അനുമോളെ വിമർശിക്കേണ്ട പല സമയത്തും വിമർശിക്കാതെ, അതായത് നിൻ്റെ പരിപാടി ഇതൊക്കെയാണല്ലേ, എന്ത് ഗെയിമാടി ഇത് എന്നൊക്കെ ആ സമയത്ത് ചോദിക്കേണ്ടതിന് പകരം ഗതികേട് കൊണ്ട് അതിനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വഴക്കുണ്ടാവുന്ന സമയത്താണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ എടുത്തിടുക. ഇപ്പോൾ ആദില അനുമോളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, കെട്ടിലമ്മ ചമയാനാണ് മോൾ ഇവിടെ വന്നത്, മോള് നാടകം കളിക്കണേണോ, ഒരുമാതിരി ചോറ് കാണാത്ത വീട്ടിലെ പിള്ളേരെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഇതിനു മുമ്പ് കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ആദില ആ സമയത്ത് വിമർശിക്കുകയാണ്. ഇവർ വഴക്കുണ്ടാകുമ്പോഴാണ് ഈ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിടുക. അതേസമയം നമ്മളിപ്പോൾ ആര്യൻ, നെവിൻ, അക്ബർ ആ ഒരു കോമ്പിനേഷൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള സൗഹൃദം, നമ്മൾ ഒരുമിച്ച് നിർത്തുന്ന സൗഹൃദം മര്യാദയ്ക്കാണെങ്കിൽ ഒരു വഴക്കുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ വഴക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക, ആ പെർട്ടിക്കുലർ വഴക്കിനെ കുറിച്ച്. പക്ഷേ ഇവരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ ആദ്യകാലം മുതലേയുള്ള ഇവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ വൃത്തികേടുകളും ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് വഴക്കുണ്ടാവുന്ന സമയത്ത് ഇത് മുഴുവൻ എടുത്തിടും. നീ പോയി ഊഞ്ഞാലി പോയിരിക്കുക എന്ന് അനുമോൾ പറയുന്നു. ഊഞ്ഞാലി പോയിരിക്കണോ അതോ നന്മമരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്ന ക്യാമറ നോക്കി കരയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ അനുമോളുടെ ക്ലാസിക് ഡയലോഗ്, ഒരുപാട് ഉണ്ടാക്കി കൊടുക്കണതാണ് പ്രശ്നം, കുറച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അനുമോൾ അങ്ങനെ കത്തി കയറി പോകുന്ന സമയത്ത് സാബുമാൻ്റെ ഡയലോഗ് വരികയാണ്, ഇത് എല്ലാവർക്കും കൂടിയുള്ള റേഷനാണ്, ഇത് എനിക്കും കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടണം, അതായത് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടണമെന്ന് പറയുന്ന അയാളുടെ ന്യായമാണ്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് സാബുമാൻ്റെ ശബ്ദം ചെറുതായിട്ടൊന്ന് ഉയർന്നിട്ടുണ്ട്. ആ സമയത്താണ് അക്ബർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അക്ബർ ആ സമയത്ത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ അടുത്ത് അനുമോൾ അരിപ്പാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നമ്മളതിനെക്കുറിച്ച് തൊട്ട് മുമ്പ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അരിപ്പാത്രവുമായി വന്ന് നീ ഇങ്ങനെ സംസാരിച്ചില്ലേ, നിങ്ങൾ 3 പേരും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻസിയിൽ ചോറ് ഒരുപാടായിപ്പോയത്, ഇതിപ്പോൾ എല്ലാവർക്കും വിളമ്പിയതിന് ശേഷം ചോറ് മിച്ചമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദിലയുടെ മനസ്സിൽ ഞാനിതൊന്നും മൂപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു, അപ്പോൾ അവൻ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം ഒക്കെ കൊണ്ടുവരുന്നു, ഞങ്ങൾക്ക് വേണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞായിരുന്നു എന്ന് പറയുന്ന ഒരു ന്യായം എടുത്തിടുന്നുണ്ട്. അക്ബർ വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങളങ്ങനെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടില്ല, ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള പോയിന്റ് എടുത്തിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് കയറി പിടിക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് അനുമോൾ തൻ്റെ, അതായത് അക്ബർ വന്ന് ഇങ്ങോട്ടേക്ക് കയറി ആദിലൊക്കെ ആയിട്ട് ആ വഴക്കിനെ അങ്ങ് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോരുത്. അനുമോളുടെ മുമ്പിൽ 2 പക്ഷികൾ ഇങ്ങനെ വെടികൊള്ളാൻ പാകത്തിന് നിൽക്കുക. അപ്പോൾ അനുമോൾ വീണ്ടും പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് കിച്ചണിലെ പണി മുഴുവൻ ചെയ്യുന്നത്.
ആദിലയുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾതാമസം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ ആദില എടുത്തിടുന്ന പോയിന്റ് നുണച്ചി അനീഷേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തില്ലേ എന്നുള്ളതാണ്. അനീഷ് കിച്ചൺ ടീമിലുള്ളതാണോ? അനീഷും അനുമോളും തമ്മിലുള്ളൊരു കോംബോ അവർ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ? ആ സമയത്ത് ഇങ്ങനൊരു സാധനം എടുത്ത് ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ അതിലേ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ചീപ്പായിട്ട് കളിക്കാനല്ലേ അറിയുള്ളൂ, ബ്രില്യൻ്റായിട്ട് കളിക്കാൻ അറിയില്ലല്ലോ. സാബുമാൻ കിച്ചൺ ടീം ക്യാപ്റ്റൻ, ആദിലയും അനുമോളും കിച്ചൺ ടീം മെമ്പേഴ്സ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അനീഷ് എന്തിനാണ് അനുമോളെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നത്? ഞാനും സാബുമാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലേ എന്നുള്ള ചോദ്യമെങ്കിലും ചോദിക്കുന്നതിന് പകരം അനീഷ് ഹെൽപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ആസ് എ ടീം നിങ്ങൾ പരാജയമായിരുന്നു, ആസ് എ കിച്ചൺ ക്യാപ്റ്റൻ സാബുമാൻ പരാജയമായിരുന്നു എന്നുള്ളതല്ലേ. മാത്രമല്ല ഇവിടെ നിങ്ങൾ നോക്കൂ, അനുമോൾക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ക്യാപ്റ്റനും കിച്ചൺ ടീമിലെ മറ്റൊരു മെമ്പറും കൂടി ചേർന്നിട്ടാണ്. എന്തെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഒക്കെ കാണിച്ചൂടെ അതിലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുമോൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്. ഒന്ന് ഒറ്റപ്പെട്ടിട്ട് വേണം എനിക്കൊന്നിരുന്ന് കരയാൻ എന്ന് കരുതി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുമോളെ ഒറ്റപ്പെടാൻ വിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി. പക്ഷേ പാല് നെഞ്ചത്ത് കൊണ്ട് വീണ് പോയി ഇക്ക അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അദ്ദേഹം നേരെ വന്ന് അനുമോളെ കൂട്ടത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്ത് മനുഷ്യനാണിക്ക, അനുമോളെ കൂടുതൽ ചോദ്യം ചെയ്ത് അവളെ കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഷാനവാസ്ക്ക് അവിടെ ചെയ്യുന്നത്. നന്മമരം, ക്യാമറ, മോങ്ങൽ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ ആദിൽ എടുത്തിടുന്നു. ഷാനവാസൊക്കെയും ഇതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അനുമോൾ അങ്ങനെ കത്തി പിടിച്ചു പോകുമ്പോൾ നെവിൻ്റെ ഒരു മാരകമായിട്ടുള്ള ഡയലോഗ് ഉണ്ട്, ഞാൻ കയറാൻ കിച്ചണിൽ, ഐ ലവ് കിച്ചൺ എന്ന്. അതൊരു മാരകമായ വിജയം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി കിച്ചണിൽ ഇവർ കയറിയത് കൊണ്ട് കിച്ചൺ അലമ്പായി എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന, ഏറ്റവും കൂടുതൽ കുറ്റപ്പെടൽ കേൾക്കേണ്ടി വന്ന നെവിൻ അതേ ആൾക്കാർ തമ്മിലുള്ള വഴക്ക് ഇവിടെ അതിശക്തമായി നടക്കുന്ന സമയത്ത് കിച്ചണിൽ കയറാമെന്ന് പറയുകയാണ്. ഇതിനെയൊക്കെയാണ് നമുക്ക് മനോഹരമായ വിജയം, നൈസായിട്ട് ആ വിജയം നേടിയെടുക്കുക എന്ന് പറയില്ലേ, അത് നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞാണ് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അനുമോളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് ദൈവത്തെ പോലെ കാണുന്ന ആളാണ് അനുമോൾ. ഇത് അനുമോൾ തന്നെ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് അനുമോളുടെ തന്നെ ഭാഷയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ വില അറിയാത്ത, കുടുംബത്തിൽ പറക്കാത്ത കണ്ടസ്റ്റൻസ്, അതുപോലെ നമ്മുടെ ലാലേട്ടൻ അടക്കം ഭക്ഷണത്തിൻ്റെ വില പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ പഴയ ചോറൊക്കെ വാരിക്കൊണ്ട് വന്ന അനുമോളാണ്. ആ അനുമോൾ അടുക്കളയിൽ വെച്ച് ഭക്ഷണത്തിന് വേണ്ടി പിടിവലി നടത്തി പയർ താഴെ കളയാണ് ഗൈസ്. അനുമോളുടെ ദൈവം താഴെ കിടന്ന് പിടയ്ക്കുകയാണ്. സോറി, പയറായിപ്പോയി, അതുകൊണ്ട് പിടയ്ക്കാൻ പറ്റൂല, മീനായിരുന്നു നമുക്ക് നോക്കായിരുന്നു. ഇനി മിച്ചമായിട്ട് ആ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തർക്കിച്ച് വാദോരാതെ ബഹളം വെച്ച് ആ ഭക്ഷണത്തിലൊക്കെ തുപ്പലാക്കിയിട്ട് അതാണല്ലോ ബാക്കിയുള്ളവർ കഴിക്കേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് നമുക്ക് തന്നെ ദുഃഖം തോന്നിപ്പോൾ. ഈ സമയത്ത് ഇവിടെ ബിന്നിയോ ലക്ഷ്മിയോ അവരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഭക്ഷണത്തിൽ തുപ്പൽ വീഴ്ത്തരുത് എന്ന് പറഞ്ഞ് 2 ഡയലോഗ് പറഞ്ഞ് അവർക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു ഇത്. അങ്ങനെ പിടിവലിയൊക്കെയായി തുപ്പി വലിച്ച് വൃത്തികേടാക്കി ചോറ് എല്ലാവരും കഴിച്ചോണം എന്ന് അനുമോൾ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് ആദിലയുടെ കിടിലൻ ഡയലോഗ് വരുന്നുണ്ട്, നിന്റെ വക്കാലത്ത് വേണ്ട കഴിക്കാൻ, ഇല്ലാത്ത തലച്ചോറ് മുകളിലോട്ട് കയറിപ്പോവും എന്നൊക്കെയാണ് ആദിൽ അവിടെ വെച്ച് പറയുന്നത്. ഈ ഡയലോഗുകളിലുടനീളം പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള 2 ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അനുമോളാണല്ലോ ഇവരോടൊക്കെ ഇരുന്ന് പറഞ്ഞത് ആര്യനും നെവിനും അക്ബറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ വെറും പൊള്ളയാണെന്ന്. പക്ഷേ ഒരു സാഹചര്യം ഉണ്ടായി വഴക്കുണ്ടാവുന്ന സമയത്ത് കൂട്ടുകാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേൾക്കൂ, അത് കണ്ടാൽ അറിയാം അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം എത്രത്തോളം കൂടുതലാണെന്ന്. ഈ ഡയലോഗൊക്കെ നടക്കുന്ന സമയത്താണ് പിൽക്കാലത്ത് അക്ബർ ഡിങ്കൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ള അനുമോളുടെ രക്ഷകനായ അനീഷേട്ടൻ വരുന്നത്. ആരടാ ഇവിടെ ഒറ്റപ്പെടുന്നത്, ഞാൻ ഒരുത്തനെ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചു അനീഷേട്ടൻ അവിടെ വന്ന് കുറ്റിയടിക്കുകയാണ്. ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആരുടെ പക്ഷം പിടിക്കണം. ആരുടെ പക്ഷം ഒന്നുമില്ല, അനുമോൾ ഒറ്റപ്പെടുകയാണെങ്കിൽ അനുമോളുടെ പക്ഷം, അതാണ് അനീഷേട്ടൻ്റെ പക്ഷം. ഇതിനിടയിലാണ് മിസ്റ്റർ ഷാനവാസ്കയോട് അത്യാഗ്രഹമാണ് നിങ്ങൾക്ക് എന്ന് പറയുന്നൊരു ഡയലോഗ് അനുമോൾ പറയുന്നത്. ഷാനവാസ്കയുടെ നെഞ്ചിൽ പാൽത്തുള്ളിയേക്കാൾ ആഘാതത്തിൽ അത് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മുമ്പ് എനിക്ക് കൊതിയാണെന്നാണ് ഇവള് പറഞ്ഞത്, ഇപ്പോൾ അത് അത്യാഗ്രഹം എന്നാണ് പറയുന്നത്. ഷാനവാസ്കയുടെ ഓരോരോ വിഷമങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നിപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷമം എടുത്തുകൊണ്ട് വരൂ ഇക്ക എന്ന് നമുക്ക് പറയാൻ തോന്നും. ഇതിനിടയിൽ നമ്മുടെ നെവിൻ പോയി മേക്കപ്പ് ഇടുകയാണ്. ആ മേക്കപ്പെടൽ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, അതായത് ഒരു രാജാവിനെ അയാളുടെ തന്നെ ആ സഭയിലുള്ള ആൾക്കാരൊക്കെ കൂടി ഇറക്കി വിട്ടു, അപമാനിച്ചിറക്കി വിട്ടു. എന്നിട്ട് അതേ സഭയിലുള്ള ആൾക്കാർ തന്നെ മഹാരാജാവ് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അയാളെ വീണ്ടും സിംഹാസനത്തിൽ കൊണ്ടിരുത്താൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മേക്കപ്പെട്ട് റെഡി ആവില്ലേ? കാരണം കഴിഞ്ഞൊരു വീക്കെൻഡ് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ ഏറ്റവും മോശം കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ മോശമായി കിച്ചൺ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി പുച്ഛിച്ച് ബഹളം വെച്ച് ലാലേട്ടൻ്റെ മുമ്പിലിട്ട് അളിച്ചു കോരി ഇറക്കി വിട്ട നെവിൻ
തിരിച്ച് കിച്ചണിലേക്ക് കയറാൻ പോവാണ്. ഇതേ ആൾക്കാർ തമ്മിൽ ബഹളം ഉണ്ടാകുന്ന സമയത്ത് അത് നെവിൻ ആഘോഷിക്കണ്ടേ. അത്യാവശ്യം മേക്കപ്പ് ഇട്ട് എന്തായാലും കയറുന്നു, എന്നാൽ കുറച്ച് സുന്ദരനായിട്ട് തന്നെ കയറിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നെവിൻ മേക്കപ്പ് ഒക്കെ ഇട്ട് നേരെ കിച്ചണിലേക്ക് വരികയാണ്. ഇതിനിടയിലാണ് അനീഷേട്ടൻ അദ്ദേഹത്തിൻ്റെ ഞാനല്ലാതെ ഈ വീട്ടിൽ ആരും ഒറ്റപ്പെടാൻ പാടില്ല എന്ന സ്ട്രാറ്റജിയുടെ ഭാഗമായി എല്ലാവരും കൂടി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. സാബുമാന് കുറച്ച് കൂടുതൽ പയർ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കഥ കിട്ടിയിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സാബുമാന് കുറച്ച് ദേഷ്യം വരുമല്ലോ. അപ്പോൾ സാബുമാൻ അനീഷേട്ടനോട് തർക്കിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതാ വരുന്നു നമ്മുടെ നൂറ വന്നിരിക്കുന്നത് എന്തിനാണ്? ഒരു പട്ടാഭിഷേകം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെവിൻ കിച്ചണിലേക്ക്, അനുമോളെ വെസൽ ടീമിലേക്ക് എന്നുള്ളതാണ്. അനുമോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അനുമോള് എന്നാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ലാത്തത് എന്ന് ചോദിക്കാൻ തോന്നുന്നത് അത്രയും വട്ടം കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള, കിച്ചണിൽ വിളമ്പുമ്പോഴും അല്ലാതെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അനുമോൾ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ നെവിനും അക്ബറും കൂടി പുറത്ത് ഊഞ്ഞാലി പോയിരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ആ ചോദ്യത്തിനെ കുറിച്ച് ശരിക്കും ആലോചിക്കേണ്ടത്. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച വെസൽ ടീമിൽ സംഭവിച്ചിട്ടുള്ളത്. അനുമോൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് വഴക്കിട്ട് ഇറങ്ങി പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കിച്ചൺ ടീം നമ്മൾ തന്നെ ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ നോക്കൂ, ലാലേട്ടൻ 2 ദിവസം വന്ന് ഇവരെ 3 പേരെയും നിർത്തി പൊരിച്ചു എന്ന് നമ്മൾ അതിലേക്ക് പറയുന്ന പൊരിച്ച് എന്ന് പറയുന്ന ആ സാധനമൊക്കെ സംഭവിച്ചതിനെ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവർ കംപ്ലീറ്റ്ലി ന്യായീകരിച്ചു. അനുമോൾ ചോറ്റുപാത്രം കൊണ്ടുവന്നത് ന്യായീകരിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഇവർ കിച്ചണിൽ കയറി എന്നുള്ള ചോദ്യത്തിന് അവർക്കിപ്പോൾ ഒരു ഉത്തരമായി. അനുമോളെ എന്തുകൊണ്ട് കിച്ചൺ ടീമിൽ നിർത്തിയില്ല, വെസൽ ടീമിൽ എന്താണ് പ്രശ്നം ഉണ്ടായത്? കാരണം അനുമോൾ പിന്നീടും വെസലിലാണെങ്കിൽ പോലും പണിയെടുക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ആ ഒരു കാര്യമുണ്ട്. അതിൽ പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. പക്ഷേ അനുമോളുടെ വാശി അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കിച്ചണിൽ ഈ ബഹളമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ട മറ്റൊരു ഡയലോഗ് കൂടിയുണ്ട്. ഇന്നത്തെ ദിവസം പയർ കുറഞ്ഞു പോയ, തിന്നാൻ കിട്ടിയ പയറിൻ്റെ അളവ് കുറഞ്ഞു പോയ സാബുമാൻ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് പറഞ്ഞത്? ആ 3 കുട്ടികളെ കിച്ചണിൽ ഇട്ടിരുന്നെങ്കിൽ അവർ കിച്ചൺ വളരെ മനോഹരമായി നോക്കിയേനെ എന്നുള്ളതാണ്. എന്നിട്ടാണ് ഈ വിളയാട്ട് മുഴുവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ സാബുമാൻ നോക്കിക്കാണേണ്ടി വരുന്നതും അദ്ദേഹത്തിന് കിട്ടിയ പയറിൻ്റെ അളവ് കുറയേണ്ടി വന്നതും. അത് കഴിഞ്ഞാണ് ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വിദ്യ അനുമോൾ കാണിക്കുന്നത്. അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് വിലക്കേണ്ടതാണ്. ഈ ആഹാര സാധനമൊക്കെ വായിലിട്ട് കരയും ചിരിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് അത് അണ്ണാക്കി കയറി വല്ല അപകടമൊക്കെ ഉണ്ടാവും. അനുമോൾ അതൊന്ന് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഈ സങ്കടത്തിൻ്റെ ആഴം വെളിവാക്കാൻ വേണ്ടി അനുമോളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ആയുധവും അത് തന്നെയാണ്. ആഹാരവുമായി മേശപ്പുറത്ത് പോയിരിക്കുന്ന സമയത്തും അനുമോൾ കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് അനീഷേട്ടൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് പുറത്ത് കാണുന്ന പ്രേക്ഷകനൊക്കെ നോക്കുമ്പോൾ ആഹാരത്തിൻ്റെ മുന്നിൽ പോലും ആ പിഞ്ച് ഹൃദയം വിങ്ങുകയാണ് എന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ ആണല്ലോ. അനീഷേട്ടൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി അനുമോളുടെ അടുത്ത് വരുമ്പോൾ അനുമോൾ പറയുന്നു, അനീഷേട്ടൻ മാത്രമേ എന്നെ സഹായിച്ചിട്ടുള്ളൂ, മറ്റേ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ അനീഷേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് അനീഷേട്ടനോട് പറയുന്നു. ആ ഒരു നാടകം തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2 ഒറ്റപ്പെടൽ നാടകം കളിക്കാരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദിലയും നൂറയും ഷാനവാസും കൂടി അങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് വയ്യേ എന്ന് അവരോട് ചോദിക്കാൻ തോന്നിപ്പോവാണ്. എന്തായാലും ആദിൽ ചോദിക്കുന്നുണ്ട്, ക്യാമറ നോക്കി മുകളിലോട്ട് നോക്കിയിരുന്ന് കരഞ്ഞോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് നാട്ടുകാർ കുറേ നാളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാടകം എന്നാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലേ ഇതൊക്കെ നാടകമാണെന്ന്, പിന്നെ നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞ ആഴ്ച ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്ന് പറയുന്നൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ. ഡൈനിങ് ഏരിയയിലെ ക്യാമറകൾക്ക് കണ്ണീര് കൊടുത്തുകൊണ്ടിരുന്ന അനുമോളെ ആദിലയും ഷാനവാസും ശല്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുമോൾ അവിടെ നിന്നിട്ട് അടുക്കളയിൽ പോയി നിന്ന് കരയാണ് ഗൈസ്. പക്ഷേ അനീഷേട്ടന് വിടാൻ പറ്റുമോ? ഞാനും വരുന്നു മോളെ ആശ്വസിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും അനുമോളുടെ പിന്നാലെ പോവുകയും അനുമോൾ നിന്ന് കരഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഷോട്ട് നമ്മൾ കാണുന്നു. അനീഷേട്ടൻ ആശ്വസിപ്പിക്കുന്നതും നമ്മൾ കാണുന്നു. ഇത് കണ്ടു കഴിയുമ്പോൾ ആദിലേക്ക് സഹിച്ചില്ല. ആദിൽ വീണ്ടും സെൽഫ് ഗോൾ. അനീഷേട്ടനെ കെട്ടിപ്പിടിച്ച് കരയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ വെറുതെ സെൽഫ് ഗോൾ അടിക്കണം ആദിലെന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷേ ആദിലയുടെ സെൽഫ് ഗോൾ കഴിയുമ്പോഴേക്കും സാബുമാൻ ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രാവിലെ നെവിൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാലൻസിങ് ആക്ടിനെ പൊളിച്ചടിക്കുകയല്ലോ. മാത്രമല്ല ഒന്നും അങ്ങനെ പരസ്യമായി തുറന്നു പറയില്ല, പറയാനുള്ള അഭിപ്രായങ്ങൾ ശക്തമായി തുറന്നു പറയുന്ന സ്വഭാവം സാബുമാൻ ഇല്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ തുറന്നു കാണിക്കൽ നെവിൻ നടത്തിയല്ലോ. എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ തുറന്ന് കാണിക്കും, ഞാൻ ഇനി ശക്തമായിട്ട് പറയും എന്നുള്ള രീതിയിൽ സാബുമാൻ പറയുന്നത് ഈ വീട്ടിൽ 2 പേരെ വിശ്വസിക്കാൻ പറ്റില്ല, അനീഷേട്ടനും അനുമോളും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് സാബുമാൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ട്. ഇന്നസെൻറ്റിൻ്റെയൊക്കെ മുഖത്ത് കാണുന്നവരെ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു എക്സ്പ്രഷനൊക്കെയാണ്. നല്ല തുറന്നു പറച്ചിൽ മോനെ, കൃത്യസമയത്ത് തന്നെ നീ അത് ചെയ്തു. ആ ഒരൊറ്റ ഡയലോഗോടുകൂടി ഇവരുടെ 2 പേരുടെയും ഈ ഒറ്റപ്പെടൽ നാടകം അതിശക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതായത് അത് അവർക്ക് അങ്ങനെ കളിക്കാം, നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അനീഷിനും അനുമോൾക്കും മനസ്സിലായി, എവർക്കിത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അനീഷിനെ നോക്കൂ, അനീഷിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ് തിരുത്തി വീർപ്പിച്ചിട്ട് ഈ പുള്ളി പോവുള്ളൂ. പക്ഷേ സാബുമാൻ ഇത്രയും ശക്തമായൊരു ഡയലോഗ് പറഞ്ഞിട്ടും അനീഷ് തിരിച്ച് ഖമാന്നൊരു അക്ഷരം മിണ്ടിയോ? അതെന്തുകൊണ്ടാണ്? അനീഷിന് ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതി. അതിന് സാബുമാൻ വളമിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇവരെല്ലാവരും രാവിലെ തൊട്ട് സെൽഫ് ഗോൾ ആണല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഈ നെവിൻ അക്ബർ ദ്വന്ദ്ങ്ങളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി കൂട്ടത്തിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള
കുറച്ച് വളഞ്ഞു ചുറ്റി ചിന്തിക്കാനുള്ളൊരു കഴിവ് നെവിനാണ് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്ബർ ഭയങ്കര സത്യസന്ധനാണ്. ഇത്രയും സത്യസന്ധത ഒന്ന് വെച്ച് ബിഗ് ബോസിൽ വരല്ലേ എന്നാണ് അക്ബറിനോടും ബാക്കിയുള്ളവരോടും പറയാൻ തോന്നുന്നത്. കാര്യം അക്ബർ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അനുമോളുടെ കുറ്റങ്ങൾ തുറന്നു കാണിക്കാൻ പറ്റുന്ന ഘട്ടങ്ങളിലൊക്കെ ഇത് അതിശക്തമായി വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നെവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബഹളമൊക്കെ കഴിഞ്ഞ് അനുമോൾ ഒറ്റപ്പെട്ട് സോഫയിൽ ചരിഞ്ഞ് കിടക്കുമ്പോൾ നെവിൻ അവിടെ കൂടെ പോയി ഇരിക്കുകയാണ്. വെസലിൽ പണിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ അനുമോൾ പറയുന്ന സമയത്ത് കൂടെ പോയിരുന്ന് അതിന് വേറൊരു രീതിയിലാണ് പ്രൊവോക്ക് ചെയ്യുന്നത്. നെവിൻ രാവിലെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, നീ വൃത്തികെട്ടവളും അലവലാതിയുമൊക്കെ ആണെങ്കിലും, അതായത് നീ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ എന്നാലും നീ പാവാ എന്ന് പറയുന്ന ഒരു ലൈനാണ് പിടിക്കുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പ്രൊവൊക്കേഷനാണ്. ഇതിനിടയിൽ അക്ബർ തൻ്റെ ഒരു സങ്കടം നെവിനോട് പങ്കുവെക്കുന്നുണ്ട്. നീ കിച്ചൺ ടീമിലേക്ക് പോയല്ലോ, അനുമോൾ എൻ്റെ ടീമിലേക്കല്ലേ വന്നത്, ഞാൻ പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെയാണ്. വീണ്ടും വഴക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അനീഷേട്ടനും അനുമോളും കൂടി ഊഞ്ഞാലിലിരുന്ന് അവരുടെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദിലയും ഷാനവാസും കൂടി മാറിയിരുന്ന് പറയുന്നത്, അയാളാവുമ്പോൾ ഒരു മരപ്പാവയുടെ കൂട്ട് അവൾ പറയുന്നൊക്കെ ഇരുന്ന് കേട്ടോളും, അവൾക്കും അതാണല്ലോ വേണ്ടത് എന്നുള്ളതാണ്. അല്ല, അപ്പോൾ ആദിലനൂറ, നിങ്ങൾ രണ്ടുപേരുമാണല്ലോ അവൾക്ക് പറയാനുള്ളതെല്ലാം മരപ്പാവകളെ പോലെ മുമ്പ് കേട്ടിരുന്നത് എന്ന് പറയുന്ന വീണ്ടും ഒരു സെൽഫ് ഗോൾ കൂടി ആദിലയുടെ വായിൽ നിന്ന് പിറന്നിരിക്കുകയാണ് ഗൈസ്. ഈ അനുമോളും അനീഷേട്ടനും തമ്മിലുള്ള ആ സംസാരത്തിൽ അവർ പങ്കുവെക്കുന്നത്, ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം, ഞാനും വീട്ടിൽ അടുക്കളയിൽ പോലും കയറാത്ത പെങ്കൊച്ചാണ്, ഞാനൊരു ഊഹം വെച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ പോലും അടുക്കളയിൽ കയറ്റില്ല എന്ന്. വീട്ടിൽ പോലും കയറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞത്, പിന്നെ അടുക്കള ഞാനും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. സെൻറ്റൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അടുക്കളയിൽ പോലും കയറിയിട്ടില്ലാത്ത ആ ഒരു പെൺകൊച്ച് എന്ന് പറയുന്ന കാർഡൊക്കെ വീണ്ടും അനുമോൾ അനീഷേട്ടൻ്റെ അടുത്ത് ഇറക്കുകയാണ്. അനീഷ് തിരിച്ചൊന്നും പറയുന്നില്ല, മുഴുവൻ മരപ്പാവ കണക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ആദിലയും നൂറയും വിചാരിക്കുന്ന മരപ്പാവയല്ല. കാലങ്ങളായി ആദില ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കുണ്ട്. അനുമോളെ കുറ്റം പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ് അനുമോൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് എന്താണ് പിണക്കമാണോ, എന്താണ് മിണ്ടൂലേ എന്നൊക്കെ ചോദിച്ച് അനുമോളെ ഇങ്ങനെ വെറുപ്പിച്ച് അങ്ങനെ തിരിച്ച് ആ സൗഹൃദ കൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇത്തവണയും ക്യാഷ് മേള എന്ന് പറയുന്ന അവരുടെ ഈ ആഴ്ച മുഴുവൻ പൈസയാണല്ലോ മെയിൻ വിഷയം. അപ്പോൾ അങ്ങനെ പൈസ നേടാൻ വേണ്ടിയിട്ടുള്ള ടാസ്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അനുമോളെ പതുക്കെ ചൊറിഞ്ഞു തുടങ്ങുന്ന ആദിലയെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അനുമോൾ അതിൽ വീണിട്ടില്ല. അതിനുശേഷവും ആദില ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അനുമോളെ തിരിച്ച് ആ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ അനുമോൾ വീഴുന്നേയില്ല. ഇപ്പോൾ ഈ സീസൺ കഴിയുന്നത് വരെ എന്തായാലും, അതായത് ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളം അവസാനിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ദിവസം വരെ അനുമോൾ ഇവരോട് മിണ്ടാതിരിക്കും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അനുമോളെ സംബന്ധിച്ച് ഇവരെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് കളിക്കാനുള്ള, തൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആവുന്ന സാധ്യതയെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവരിത് കാണുന്നത്. പല വിധത്തിൽ ഇവർ അപ്രോച്ച് ചെയ്തതിന് ശേഷവും അനുമോൾ അവരുടെ ഗ്രൂപ്പിൽ വീഴാതെ മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട്. അനുമോൾ എന്തിനാണ് ഇവരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അനുമോളും ആദില നൂറമാരും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് മാവും ഇത്തിൽ കണ്ണിയും പോലെയാണ്. അനുമോളുടെ വോട്ട് കുറച്ച് സ്പ്ലിറ്റായി കൂടെ നിൽക്കുന്ന കൂട്ടുകാരികൾ എന്നുള്ള നിലയ്ക്ക് ആദിലയ്ക്കും നൂറയ്ക്കും പോയേക്കാം. പക്ഷേ അനീഷും അനുമോളും തമ്മിലുള്ളൊരു ബന്ധം, ഈ പറയുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുമ്പോൾ അനീഷേട്ടൻ കാര്യങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്ന സമയത്ത് അനുമോൾക്ക് വേണമെങ്കിൽ അനീഷേട്ടനിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒറ്റപ്പെടാൻ പറ്റും. പക്ഷേ ഇവിടെ അനീഷും അനുമോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാവും ഇത്തിൽ കണ്ണിയും തമ്മിലുള്ള ബന്ധമല്ല, പശുവും കാക്കയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പശുവിൻ്റെ കടി മാറും, കാക്കയുടെ വിശപ്പും മാറും എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ അനുമോളെ സംബന്ധിച്ച് അനുമോൾ പറയുന്നത് മുഴുവൻ, ഇപ്പോൾ ആദില നൂറമാർ വന്ന് ബഹളം വെക്കുന്ന സമയത്ത് അനുമോൾ കാര്യമായിട്ട് അവിടെ ഒന്നും പറയുന്നില്ല, തർക്കിച്ച് സമയം കളയാനോ എനർജി വേസ്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. അനീഷേട്ടൻ വന്നിരിക്കുന്ന സമയത്ത് അനീഷേട്ടനോട് സങ്കടങ്ങളായി ഇത് മുഴുവൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനീഷേട്ടൻ മിണ്ടാതിരുന്ന് കേട്ടോളും. അതായത് തനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സ് ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമയത്ത് ക്യാമറ സ്പേസ് കിട്ടുമെന്ന് പറയുന്ന ധാരണയുടെ പുറത്ത് അനീഷേട്ടനോട് എല്ലാം പറയാൻ പറ്റും, തൻ്റെ ഭാഗം മാക്സിമം ന്യായീകരിക്കാൻ പറ്റും. അനീഷേട്ടനെ സംബന്ധിച്ച് അനീഷിൻ്റെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി വേറെ ആരും കളിക്കാൻ അനീഷ് സമ്മതിക്കില്ല. ഇപ്പോൾ ഷാനവാസ് ആണെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുന്ന ഒരു സമയം വന്ന സമയത്ത് അനീഷ് അയാൾക്കൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്തും അനീഷ് അവിടെ ചെന്ന് കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷിനെ സംബന്ധിച്ച് ആരെയും ഒറ്റപ്പെടുത്താത്ത, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന, മറ്റേ സാധാരണക്കാരനായ മനുഷ്യൻ എന്ന് പറയുന്ന ഇമേജിൻ്റെ കൂടെ വരുന്ന കുറച്ച് നന്മ സൈഡൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അനുമോളെ സംബന്ധിച്ച് കൂട്ടത്തിൽ നന്മയുള്ള ഒരാൾ, മറ്റേ സാധാരണക്കാരൻ തന്നെ കേൾക്കുന്നുണ്ടല്ലോ. മാത്രമല്ല അനീഷ് ഒരു സ്ട്രോങ് പ്ലെയറാണ്. ബാക്കിയുള്ള എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് അനീഷിനെ വെറുപ്പിക്കുന്നതിനേക്കാൾ അനീഷിനെ ഒറ്റ ഒരാളെ കൂടെ നിർത്തി ബാക്കി എല്ലാവരെയും വെറുപ്പിച്ചു കഴിഞ്ഞാലും അനുമോൾക്ക് അവിടെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല അനീഷിൻ്റെയും അനുമോളുടെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസാണ്. അല്ലെങ്കിൽ അനീഷിൻ്റെതായ സ്ട്രോങ് ആയ ഒരു വോട്ട് ബാങ്ക് ഉള്ളതുപോലെ അനുമോൾക്ക് അനുമോളുടേതായിട്ടുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചോരുക എന്ന് പറയുന്നൊരു പേടി ഇവിടെ 2 പേർക്കും ഉണ്ടാവേണ്ടതില്ല. വീണ്ടും
ആദില അനുമോളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പുറകെ നടന്ന് ചൊറിയാന്ന് പറയുന്ന സ്ട്രാറ്റജി ഇറക്കുന്നുണ്ട്. അവർ ആ ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് അവിടെ വെച്ച് അനുമോൾ പറയുന്ന ഒരു ഡയലോഗ് ആദിലയെ അതിഭീകരമായി മുറിവേൽപ്പിക്കുന്നുണ്ട്. നീയൊക്കെ എന്തിനാ ഇത്ര നാൾ എൻ്റെ കൂടെ നടന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുന്നൊരു ഡയലോഗാണ്. അതിൽ വളരെയധികം വേദന തോന്നുന്ന ആദില നീ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അനുമോളെ തടയുകയാണ്. ആ തടയുന്ന സമയത്ത് ആക്ച്വലി അവിടെ നൂറയും കൂടി വരുന്നുണ്ട്. നൂറ വരുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എന്നെ കടന്നു പോകാൻ അനുവദിക്കണം, അവളോട് മാറി നിൽക്കാൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു ഡയലോഗുമായി അവിടെ നിൽക്കുന്ന നൂറയാണ് നമ്മൾ കാണുന്നത്. ഒരു ക്യാപ്റ്റൻ ഉള്ള നിലയ്ക്ക് മറ്റേ കണ്ടസ്റ്റൻറ്റിന് കടന്നു പോകാൻ ഒരു വഴി കൊടുക്കൂ, നമുക്കിത് പിന്നീട് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിൽ ഡീൽ ചെയ്യേണ്ടത്. പക്ഷേ നൂറ അവിടെ ആദിലയുടെ പാർട്ട്ണർ മാത്രമായി ചുരുങ്ങിയിട്ട് നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അനുമോളെ തടയാനാണ് കൂട്ടു നിൽക്കുന്നത്. ഇവിടെ ആദില നൂറമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ തടഞ്ഞു നിർത്തി പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുമോൾ അത് പറയില്ല. അനുമോൾ പ്രേക്ഷകർ ഹിൻ്റ് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രേക്ഷകർ അത് ക്യാച്ച് ചെയ്തോളും, PR ടീം അത് വേറെ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തോളും. പക്ഷേ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ ചോദിച്ചു പുറകെ നടന്ന് പിന്നീട് ഷാനവാസുമായുള്ള ഡിസ്കഷൻ്റെ ഇടയിൽ ഇവരുടെ തന്നെ കോൺവെർസേഷൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അനുമോളുടെ വോട്ട് കണ്ടിട്ട് ആ ഫെയിം കണ്ടിട്ടൊക്കെയാണ് ഇവർ അനുമോൾക്കൊപ്പം നിൽക്കുന്നതെന്ന്. പക്ഷേ അത് അവൾ തന്നെ പറയട്ടെ എന്ന് ആദില ബലം പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ഷാനവാസൊക്കെയോട് ആദിലയും നൂറയും പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾ പറയാണേ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വന്നു എന്ന്, എന്തിനാ ഇത്ര നാൾ കൂടെ നടന്നതെന്ന് അറിയാമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഷാനവാസൊക്കെയോട് ഒരു ഞെട്ടലുണ്ട്. ഷാനവാസൊക്കെ എന്തിനാണ് ഇത് കേട്ടിട്ട് ഞെട്ടുന്നത്? ഒരു വഴക്കുണ്ടാവുന്ന സമയത്ത് ഇതേ ആളുകളെക്കുറിച്ച് ഇതേ ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് ഷാനവാസ്ക. ലാലേട്ടനെങ്ങാനും വന്ന് പ്രീവിയസ് എപ്പിസോഡിൽ ഈ ഷാനവാസ്ക വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷാനവാസ്ക വീണ്ടും ഞെട്ടേണ്ടതായിട്ട് വരും. എന്തായാലും ഇവിടെ ഷാനവാസ്ക ഒന്ന് ഞെട്ടി അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ്ക തന്നെയാണ് ഇവർക്ക് ആ ഒരു ഡയലോഗ് ഇട്ട് കൊടുക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് കൂടെ നടക്കുന്നതെന്ന് പറയുന്ന അനുമോളുടെ ചോദ്യത്തിന് ഫെയിം കണ്ടിട്ട് എന്ന് പറയുന്ന ഉത്തരം ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് അക്ബർ ചോറ് ഒരുപാട് കൂടുതലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് ക്യാമറയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പെർഫോമൻസ് ഒക്കെ നടത്തുന്നത്. ആ സമയത്ത് അനുമോൾ പറയുന്നു സാബുമാനാണ് അരിയിട്ടതെന്ന്. അപ്പോൾ അക്ബർ അത് അപ്പം തന്നെ പൊളിക്കുന്നുണ്ട്. സാബുമാനോട് ചെന്ന് ചോദിക്കുന്നു നീയാണോ അരിയിട്ടത്? അപ്പോൾ സാബുമാൻ ചെന്ന് പറയുന്നു ഞാനല്ല ഇട്ടത് എന്ന് പറഞ്ഞാൽ അനുമോളോട് ചെന്ന് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അനുമോൾ അവിടെയും റിയാക്ട് ചെയ്യുന്നില്ല. അവിടെ മറുപടി കൊടുത്ത് അതിക്കേറി പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല അനുമോളുടെ ഉദ്ദേശം. ഈ ഡിസ്കഷനിൽ പാർട്ടാവുക എന്നുള്ളതല്ല. അനുമോളുടെ മുന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അതിലേക്ക് അനുമോൾ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് കർമ്മഫലം എന്ന് പറയുന്നൊരു പാമ്പ് എഴഞ്ഞഴഞ്ഞ് വരുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ പലരും പോസ്റ്റ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അനുമോളുടെ കർമ്മയാണെന്ന്. പക്ഷേ അല്ല. ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ബാക്കിയുള്ളവരോട് കാണിച്ചിട്ടുള്ള പരിപാടികളൊക്കെ തിരിച്ചടിക്കുക, അതുപോലെ സ്വന്തം സ്ട്രാറ്റജി പൊളിഞ്ഞു പോവുക, ഇതൊക്കെയാണ് കർമ്മ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആ കർമ്മ ചെല്ലുന്നത് നൂറയുടെ അടുത്തേക്കാണ്. നൂറയുടെ സ്ട്രാറ്റജിയാണ്, ആദില നൂറമാരുടെ സ്ട്രാറ്റജിയാണ് അനുമോൾ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച എന്താണോ 3 ക്യാപ്റ്റന്മാർക്കെതിരെ, അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച മാത്രമല്ല അതിന് മുമ്പും പല ക്യാപ്റ്റന്മാർക്കുമെതിരെ നൂറ എടുത്തിട്ടുള്ള കാര്യം എന്താണോ അത് അതുപോലെ നൂറയെ വന്ന് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മളിനി കാണുന്നത്. അവിടെ ഒരു അടി നടക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമിന് കുറച്ച് പാത്രങ്ങൾ അർജൻറ്റായിട്ട് വേണം. അക്ബർ ഏകദേശം 3/4 ഭാഗത്തോളം പാത്രം കഴുകിയിട്ടുണ്ട്, ബാക്കി അനുമോൾ കഴുകണം. ഇതാണ് അവിടുത്തെ വിഷയം. അപ്പം നൂറയും പറയുന്നത് അനുമോൾ കഴുകണം എന്നുള്ളതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ 3 നേരമായിട്ടാണല്ലോ. ഇപ്പോൾ കിച്ചൺ ടീമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രാവിലത്തെ ഫുഡ് അനുമോൾ കുക്ക് ചെയ്തു, ഉച്ചക്കത്തെ ഫുഡും അനുമോൾ തന്നെ കുക്ക് ചെയ്തു. അതായത് രാവിലെയും ഉച്ചയ്ക്കുമുള്ള തനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് അനുമോൾ ചെയ്തിട്ടുണ്ട്. ഈ ഉച്ച സമയത്തെ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷമാണ് നെവിൻ കിച്ചൺ ടീമിൻ്റെ ഭാഗമാകുന്നത്. വെസൽ ടീമിനെ മാത്രമായിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രാവിലത്തെ വെസൽ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഈ പഴയ വെസൽ ടീമാണ് അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത്. കാരണം അനുമോൾ കിച്ചൺ ടീമിൻ്റെ ഭാഗമായിട്ട് ഉച്ചക്കത്തെ ഡ്യൂട്ടി ഓൾറെഡി ചെയ്തു. അപ്പോൾ അനുമോൾ ഇനി ഉച്ചക്കത്തെ പാത്രം കഴുകണ്ട, അവർ രാത്രിയിലെ പാത്രം മാത്രമേ കഴുകേണ്ടതുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കിച്ചൺ ടീമിലേക്ക് നൂറ സ്ഥാനമാറ്റം കൊടുത്തിട്ടുള്ള നെവിനും അക്ബറും കൂടി ചേർന്നിട്ടാണ് ഉച്ചയ്ക്ക് മിച്ചം വന്നിട്ടുള്ള വെസലെല്ലാം ക്ലീൻ ചെയ്യേണ്ടത്. അതൊന്നെങ്കിൽ അക്ബർ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുക, അല്ലെങ്കിൽ നെവിനെ കൊണ്ട് ചെയ്യിക്കുക, അനുമോളെ കൊണ്ട് രാത്രി ചെയ്യിച്ചാൽ മതി. പക്ഷേ നൂറ ഈ പറയുന്ന ഗെയിം പൊളിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഒരു കലിപ്പും, അതുപോലെ ആദിലയുടെ അടുത്ത് ഇവളിങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മളോടൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഇമോഷനൊക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് പിന്നെ അനുമോളുടെ വാശിയെ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ വാശിയോടാണല്ലോ ഇവർ മത്സരിക്കുക, ഫാക്റ്റിനോടല്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അനുമോളോട് നീ വെസൽ കഴുകിയേ പറ്റൂ എന്നുള്ള ആക്രോശങ്ങളൊക്കെ
നൂറയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ആ ദേഷ്യത്തിന്റെ പുറത്താണ് നൂറയുടെ അടുത്ത ഡയലോഗ് വരുന്നത്. സ്വന്തമായിട്ട് ക്യാപ്റ്റൻ ആയിക്കോ, ഞാൻ വേണേ മാറിത്തരാം, ഒന്നും ചെയ്തില്ലെങ്കിലും PR ടീമുകാർ വെട്ടിയിട്ടോളുമല്ലോ എന്നുള്ള ആ ഒരു ഡയലോഗ് PRനെ എടുത്തിടുന്നു എന്നുള്ളത്. കുറച്ച് നാൾ മുമ്പ് ബിന്നിയൊക്കെ എവിക്റ്റ് ആവുന്നതിന് മുമ്പ് ഒരു PR ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത സമയത്ത് ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോൾക്ക് PR ഉണ്ട്, 16 ലക്ഷം രൂപയാണ് PRന് കൊടുത്തതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം ഇതേ നൂറയുടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അന്നേരത്തെ നൂറയുടെ ഒരു സങ്കടമൊക്കെ നമ്മൾ കേൾക്കേണ്ടതാണ്, ഓർത്തെടുക്കേണ്ടതാണ്. എന്നാലും ഓള് വിശ്വസിച്ചൊക്കെ പറഞ്ഞ കാര്യമില്ലേ ഇതിങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ പറയാൻ പാടുണ്ടോ? അത് നമ്മളിങ്ങനെ നമ്മളോടൊക്കെ വിശ്വസിച്ച് പറയുന്നതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കല്ലേ ഇത് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബിന്നിയുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്, ഓൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് വിധി എഴുതിയ അതേ നൂറയാണ് ഇതേ PRൻ്റെ കാര്യം വളരെ പരസ്യമായി വളരെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഭാഗമായി അനിമോളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കേട്ട ഉടനെ ആദിലയുടെ ഭാഗത്ത് നിന്ന് അടുത്ത ഡയലോഗ് വരുവാണ്. മറ്റേ വീക്കെൻഡ് എപ്പിസോഡിൽ ചോറും പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നല്ലോ, അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ ചോറും പാത്രം കൊണ്ട് വരുന്ന അല്ല മാസ്, പ്രവൃത്തിയിൽ കാണിക്കുകയെ എല്ലാവരും കൂടി ജയിലിൽ പിടിച്ചിടുമ്പോൾ കിടന്ന് മോങ്ങരുത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. ഇവിടെ എന്താണെന്നറിയോ, അനിമോൾക്ക് അതാണ് വേണ്ടത്. അനിമോൾക്ക് ഒറ്റപ്പെടണം, അനിമോൾക്ക് ജയിലിൽ പോകണം, അനിമോളുടെ സങ്കടം അവൾക്ക് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. ഇവർ രണ്ടുപേരുമായിട്ട് ആദില നൂറമാരുമായിട്ടുള്ള അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി അവർക്ക് അവസാനിപ്പിക്കണം. ആ സ്ട്രാറ്റജി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഇവരിതൊന്നും അറിയാതെ വീണ്ടും വീണ്ടും അതിൽ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ PR ടോക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അനിമോൾക്ക് നല്ലോണം പൊളിയുന്നുണ്ടല്ലോ, എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അനിമോൾ തിരിച്ച് നൂറൊക്കെ ഇട്ട് വെക്കുന്നതാണ്. നീ ഫൈനൽ 5 കയറിയതിൻ്റെ അഹങ്കാരമല്ലേ നീ കാണിക്കുന്നത്? അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നീ ഫൈനൽ 5 കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ കൂടെ നിൽക്കണമായിരുന്നു, എൻ്റെ വോട്ട് വേണമായിരുന്നു, ഇപ്പം നിനക്ക് അഹങ്കാരമാണ് എന്ന് പറയുന്ന ഒരു ടോണിലൊക്കെ അതിന് സാധ്യതയുണ്ട്. എന്തായാലും നേരത്തെ നീയൊക്കെ എന്തിനാ എൻ്റെ കൂടെ നടന്നതെന്ന് മനസ്സിലായി എന്ന് അനുമോൾ പറഞ്ഞപ്പോൾ ആദില പുറകെ കൂടിയതുപോലെ നിനക്ക് ഫൈനൽ 5 കയറിയതിൻ്റെ അഹങ്കാരമാണ് എന്ന് അനുമോൾ പറഞ്ഞപ്പോൾ നൂറ അനുമോളുടെ പുറകെ പോവുകയാണ്. പിന്നീട് ഗാർഡൻ ഏരിയയിൽ പോയിട്ടും ഇവർ തമ്മിൽ ഈ PR ടോക്കും ഇതിനെ തുടർന്നുള്ള വഴക്കും ബഹളമൊക്കെ ഉണ്ടാവുന്നു. അതിൽ മുഴുവൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ന്യായം എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളൊക്കെ മനസ്സിലായി, നിന്റെ തനിക്കോണം മനസ്സിലായി എന്ന് പറയുന്ന ഡയലോഗുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ഈ വഴക്കും ബഹളമൊക്കെ കണ്ട് വളരെ ആനന്ദ തുന്തിലരായി നിൽക്കുന്ന അക്ബറിനെയും നെവിനെയും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടി രണ്ടുപേരും കൂടി ചേർന്ന് ഗോൾ അടിക്കുകയാണ്. നൂറ ഡിസേർവിംഗ് ആണ്, നൂറയുടെ ആ ഒരു ഫൈനൽ 5 എത്തിയതിൻ്റെ കണ്ണുകടിയാണ് അനുമോൾക്കുള്ളത് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുത്ത് അതിങ്ങനെ നല്ല രീതിയിൽ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആദിലയുടെ ഉള്ളിലിരുന്ന മറ്റൊരു വജ്രായുധം എന്ന് ആദില കരുതിയ ഒരു ആയുധവും കൂടി എടുത്ത് പുറത്തിടുന്നത്. ഐ മിസ്ഡ് ശൈത്യ, അവളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെയാണ് ആദില ആ സമയത്ത് പറയുന്നത്. പക്ഷേ ആദിലയ്ക്ക് ഇത് ഇപ്പോഴല്ല മനസ്സിലാവുന്നത്. ശൈത്യയുടെ അടുത്ത് ശൈത്യ നീയായിരുന്നു ശരി എന്ന് പറയുന്ന ആദിലയെ നമ്മൾ ശൈത്യ ഔട്ടായി പോകുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കാലമായി. അപ്പോൾ അന്നേ ആദിലയ്ക്ക് അറിയാമായിരുന്നു അനുമോൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് സൗഹൃദം ബ്രേക്ക് ആയാലും ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യാന്നൊക്കെ. എന്നിട്ടും അനുമോളുടെ പുറകെ നടന്ന് ആ സൗഹൃദത്തിൻ്റെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആദില. അപ്പോൾ അതിപ്പോൾ എന്തോ പുതിയ കാര്യം അറിഞ്ഞതുപോലെ അങ്ങ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ആദില തന്നെയാണ് പറയേണ്ടത്. അപ്പം നൂറ പറയുന്നുണ്ട് പട്ടിയെ പോലെ അവളുടെ പുറകെ പോകണമെന്ന്. അല്ല, ഇതൊക്കെ നിങ്ങൾ തന്നെയാണോ പറയുന്നത്? അപ്പോൾ എന്തിനാ അങ്ങനെ പോയത് എന്ന് തിരിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളല്ലേ ഉത്തരം പറയേണ്ടത്. ഇവിടെ ഒന്നും അനുമോൾ ഉത്തരം പറയേണ്ട കാര്യമില്ല, ആദിലയും നൂറയുമാണ് ഇവിടെ ഉത്തരം പറയേണ്ട ആളുകളായിട്ട് മാറുന്നത്. എന്തായാലും അങ്ങനെ പറഞ്ഞ് വിട്ടുകൊടുക്കാതിരിക്കുക ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആദില വിങ്ങി പൊട്ടുമ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത്? ആദിലയുടെ മറുപടി ജെനുവിനായി നിന്നിട്ട് അവൾ ഇപ്പം തനിനിറം കാണിച്ചിട്ട് എന്ന് പറഞ്ഞ് വിതുമ്പുകയാണ്. അതായത് ഇപ്പോഴാണ് ഈ തനിനിറം കണ്ടത്, ഇപ്പോഴാണ് മനസ്സിലായത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ആദില ഒന്ന് ആക്ട് ചെയ്തത് സെറ്റ് ചെയ്ത് വരികയാണ്. അപ്പം നൂറയുടെ ഡയലോഗ് ഇത് ഇവൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന്. അതെന്ത് ഡയലോഗ്? ആദിൽ ഇപ്പോഴേ ഇത് അറിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് നെവിനോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പണ്ടേ തുടങ്ങിയ പരിപാടിയാണെന്ന് നൂറ പറയുന്നു. രാത്രികാലങ്ങളിൽ ഒരുമിച്ചിരുന്ന് നാട്ടുകാരെ പലതും ധരിപ്പിക്കാൻ വേണ്ടിയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ഡയലോഗ് അടിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, അപ്പം ഞാൻ ഇങ്ങനെ പറയും, നീ അത് കയറി വെട്ടരുത് കേട്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ അവർ മറന്നിരിക്കണു. അത് മറന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത് അവർക്കൊരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. പക്ഷേ കുറച്ച് കോർഡിനേഷനൊക്കെ വേണമെന്നേ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത്. അപ്പം തന്നെ ആദില അനുമോളുടെ PRന് വേണ്ടിയിട്ടുള്ള അതിഗംഭീരമായ ഒരു കാര്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അനുമോളോട് ആദില ചോദിക്കുകയാണേ, ഇതാണ് നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലാത്തത്, നീ കാശ് കൊടുത്താണോ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന പോലത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോളുടെ PR ടീമിന് പ്രത്യേകിച്ച് ഒരു പണി എടുക്കണ്ട, അനുമോളുടെ കുറച്ച് ഫ്രണ്ട്സിനെ ചെന്ന് കാണുക. അല്ലെങ്കിൽ തന്നെ അവർ അനുമോളിൽ ലോറി കയറി പോയ കാര്യവും പറന്നിട്ട് നടന്ന കാര്യമൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അനുമോളുടെ കുറച്ച് ഫ്രണ്ട്സിനെ കൊണ്ട് പറയിക്കുക, ഞങ്ങളാരും അനുമോളുടെ പൈസ കണ്ട് കൂടെ കൂടിയതല്ല, ഞങ്ങളെ ആരും അനുമോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ല, അനുമോളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോ
വീഡിയോ ക്ലിപ്പുകൾ അടിച്ചിറക്കിയാൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഫോഴ്സിൽ അതങ്ങ് കയറിപ്പോക്കോളും. അങ്ങനെ ആദില PR ടീമിനുള്ള മരുന്നിട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് നെവിൻ ഒരു ഗോൾ അടിക്കുന്നത്. ഇതാ ഞാൻ വെള്ളം കോരി ഒഴിച്ചത്, ഈ സ്വഭാവം കണ്ട ആരായാലും വെള്ളം കോരി ഒഴിച്ചു പോകും എന്ന് പറയുന്ന രീതിയിൽ നെവിൻ തൻ്റെ വെള്ളം കോരി ഒഴിക്കൽ ആക്ടിനെ പോലും അവിടെ വിളിപ്പിച്ചെടുത്തു ഗൈസ്. എൻ്റെ PR എന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ ഫൈനൽ 5 പറഞ്ഞത്. പുറത്ത് ആരോടും പറയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുറത്ത് ആർക്കും അറിയാത്ത കാര്യങ്ങൾ വരെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ പുറത്ത് പറയുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ആഴ്ച പുറത്ത് പോകണം ചേട്ടാ, ഞാൻ എവിക്റ്റായി പുറത്ത് പോകണം, എന്നാലേ ഈ PR കാര്യം ഞാൻ പറയുന്നത് ശരിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. ഇതൊക്കെ കാണുന്ന ഒരു സാധാരണ സീരിയൽ പ്രേക്ഷകയൊക്കെ സംബന്ധിച്ച് PR ഇല്ലാത്തൊരു പാവം കുഞ്ഞിനെ PR ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ആക്രമിക്കുക. ആരോടും പറയാത്ത എന്തൊക്കെയോ വലിയ രഹസ്യങ്ങളൊക്കെ ആ പാവം പെൺകുട്ടി അവരോട് പറഞ്ഞിട്ട് അതും പറഞ്ഞ് അവളെ ഇവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു ഇമേജ് വരുമ്പോൾ ഇവിടെ ആദിലയും നൂറയും വോട്ടിങ്ങിൽ ഒരുപാട് താഴേക്ക് പോവുകയും അനുമോളുടെ സ്പേസിനെ വളരെ സേഫാക്കി സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. മാത്രമല്ല അനീഷിൻ്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് ഒത്തിരി എനർജി ഇതിനു വേണ്ടി കളയണ്ട, കൃത്യമായിട്ടുള്ള സമയം മുഴുവൻ പറയാൻ വേണ്ടിയിട്ടുള്ള സമയവും കിട്ടും. ഇതേ സമയം അപ്പുറത്തെ സൈഡിൽ 2 ബേബികളും കൂടി ഇരുന്ന് കരയാണല്ലോ. അപ്പോൾ അതിലൊരു ബേബി മറ്റേ ബേബിയോട് പറയുന്നത് പട്ടികളെ പോലെയാണ് ബേബി അവർ നമ്മളെ കാണുന്നത്. അപ്പോൾ മറ്റൊരു ബേബി നമുക്ക് എന്താ ബേബി ഒരു വിലയും ഇല്ലേ, അവൾ തെറ്റിപ്പിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ആദില ബേബി പറയുന്നത് ഇവിടെ തീർന്നു എല്ലാം, ഒക്കെ നമ്മുടെ തെറ്റാ എന്നാണ് നൂറ ബേബി പറയുന്നത്. അത് കഴിഞ്ഞൊരു ടാസ്ക് ഉണ്ട്, ടാസ്ക് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറയാം. അതിന് ടാസ്ക് എന്നതിൽ കവിഞ്ഞ് ഈ അനാലിസിസിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്തായാലും അതിനുശേഷം ടാസ്കിന് ശേഷം അനുമോള് ഒരു ഫുൾ മാതളനാരങ്ങ കഴിഞ്ഞ ശേഷം എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പുതച്ചു മൂടി കിടക്കുമ്പോൾ അനീഷേട്ടൻ കേരേട്ടായി ആയി മാറുകയാണ്. 2 ചപ്പാത്തി എന്ന് പറഞ്ഞ് തുടങ്ങി ലേലം വിളിച്ച് പുള്ളി 1 ചപ്പാത്തി ഞാൻ നിനക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, മോള് വന്ന് കഴിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അനുമോളെ റൂമിൽ കിടക്കാൻ അനുവദിക്കുകയാണ്. അതിനുശേഷം ഇവരൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഇത്രയും നാൾ ലാലേട്ടൻ പറഞ്ഞ് പുറകെ നടന്നിട്ട് ഒരു മീറ്റിംഗ് കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായല്ലോ. മീറ്റിംഗ് വഴക്കിട്ട് പിരിയുന്നത് അല്ലാതെ ഒന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റില്ലോ എന്ന് ആശ്വാസം തോന്നി. പക്ഷേ അവിടുത്തെ മാൻ ഓഫ് ദ മാച്ച് അത് അനീഷേട്ടൻ തന്നെയാണ്. വേറെ ഒരുപാട് ബഹളങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ മുകളിൽ അനീഷേട്ടൻ്റെ 3 ചോദ്യങ്ങളുണ്ട്. നൂറ മീറ്റിംഗ് വിളിച്ചിട്ട് അനുമോളുടെ കുറ്റങ്ങൾ എണ്ണി പറയുകയാണ്. ആ സമയത്ത് അനീഷേട്ടൻ എണീറ്റ് നിന്ന് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, അനു ചെയ്ത തെറ്റെന്താണ്? 2, അനു എത്ര തെറ്റുകൾ ചെയ്തു? 3, ക്യാപ്റ്റൻ ഇതിനു മുമ്പ് ഇതേ തെറ്റുകൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇതിൽ ഈ 3ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, അതൊരു മിസൈല് പോലത്തെ ചോദ്യമാണ്. കാരണം ഇതേ നൂറയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്യില്ല, എനിക്ക് തോന്നിയാലേ ചെയ്യൂ എന്നൊക്കെയുള്ള രീതിയിൽ ബഹളം വെച്ച് അനുമോളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അനീഷേട്ടൻ നിന്നത് ഈ നൂറ ആദില അനുമോളുടെ ഒക്കെ കൂടെയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മിസ്റ്റേക്കാണെന്ന് അനീഷേട്ടൻ അറിയാഞ്ഞിട്ടല്ല, ആ സമയത്ത് ബാക്കി 3 പേരെയും അറ്റാക്ക് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിന് സന്തോഷമാവുന്ന കാര്യം എന്ന് അനീഷേട്ടന് നല്ലോണം അറിയാം. മാത്രമല്ല അനീഷേട്ടൻ ഇവിടെ ശരിതെറ്റുകളൊന്നുമില്ല. ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല, അത് പുള്ളിയുടെ കോട്ടയാണ്, അതിനകത്ത് വേറെ ആരും കളിക്കണ്ട എന്നുള്ളതാണ്. പുള്ളിക്ക് ആ സമയം കയ്യടി മാക്സിമം മുന്നോട്ട് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് അയാൾക്ക് ശരിതെറ്റുകൾ ഒന്നും തന്നെ ഇല്ല. അതൊരു കിഡിലോസ്ക് ചോദ്യമായിരുന്നു. അതായത് നൂറയുടെ നേരെ പാഞ്ഞു വന്ന കർമ്മയുടെ ഒരു അസ്ത്രമായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള എല്ലാ ആഴ്ചകളിലും ക്യാപ്റ്റന്മാർക്കെതിരെ വളരെ മോശമായ ആറ്റിറ്റ്യൂഡ് കാണിച്ച ശേഷം ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് കർമ്മ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. പക്ഷേ അനീഷേട്ടൻ ആ ഒരു തവണ ചോദിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് കയറി തൂങ്ങിയിട്ടില്ല. പക്ഷേ അനീഷേട്ടൻ മറ്റൊരു കാര്യം ചെയ്തു. നൂറ അനീഷേട്ടൻ്റെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് ട്രിഗർ ആവുകയും അനീഷേട്ടനെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തി. അവിടെ ഇരിക്കുക, മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അനീഷേട്ടനെ ഇരുത്താൻ വേണ്ടിയിട്ട് അത് റെനയ്ക്ക് എതിരെ അതുപോലെ തന്നെ നെവിനെതിരെ ഒക്കെ നൂറയുടെ ഈ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. നൂറയുടെ ഒരു അറ്റാക്കിംഗ് പോസ്റ്ററാണ്. പക്ഷേ അനീഷേട്ടനെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊരു കോൺഫിഡൻസാണ്. നമ്മൾ പറയില്ലേ എന്തൊരു ഓജസ്സും തേജസ്സും ആ മുഖത്ത് എന്ന് പറയുന്ന പോലെ അടാറ് കോൺഫിഡൻസിൽ അനീഷേട്ടൻ അങ്ങനെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു നൂറയ്ക്ക് പേടിയാവണ്ടോ എന്ന് ചോദിച്ച് അനീഷേട്ടൻ നൂറേനെ അങ്ങനെ പിടിച്ചു കളഞ്ഞു. നൂറയ്ക്കെതിരെ പറയുമ്പോൾ സ്വാഭാവികമായും ആദില എണീറ്റ് എന്ന് പറയണമല്ലോ. അങ്ങനെ അനീഷേട്ടനെ വാഴ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദില സംസാരിക്കുന്നുണ്ടെങ്കിലും അനീഷേട്ടൻ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തത് അത് അതിനേക്കാൾ വലിയൊരു ചെക്ക് മൂവായിരുന്നു. കാരണം എണീറ്റ് നിന്ന് അദ്ദേഹം പറയുന്നത് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളത് പറഞ്ഞ് സെറ്റിൽ ചെയ്തിരിക്കുന്നു, ഇവിടെ കൊണ്ട് ആ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി അത് കൺക്ലൂഡ് ചെയ്യാണ്. 2 കാര്യങ്ങളാണ് ആ മനുഷ്യൻ തെളിയിച്ചത്. കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റന്മാരുടെ മുഴുവൻ പുറകെ പുള്ളി നടന്നിട്ടുള്ളതാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ പുള്ളി അത് എടുത്ത് പറയുകയും ചെയ്തു. ഒരു മീറ്റിംഗ് വെച്ച് പ്രശ്നം സോൾവ് ചെയ്യണമായിരുന്നു എന്നുള്ളത്. ഇവിടെ ഒരു മീറ്റിംഗ് വെച്ചു പ്രശ്നം സോൾവ് ചെയ്തിരിക്കുന്നു എന്ന് അയാൾ പ്രഖ്യാപിച്ചു. അതിന് മുൻപ് സാബുമാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അനീഷേട്ടൻ ബഹളം വെച്ച് പോകുന്നത് കൊണ്ട്
മീറ്റിംഗ് നടക്കുന്നില്ലെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുന്നത് അനീഷേട്ടനാണ്. അങ്ങനെ മൊത്തത്തിൽ അനീഷേട്ടൻ ഒരുപാട് മുൻ ക്യാപ്റ്റന്മാർക്കെതിരെയുള്ള ചെക്ക് വെക്കുക കൂടിയാണ് അവിടെ ചെയ്തത്. അങ്ങനെ ആകെ മൊത്തത്തിൽ അനുമോളും അനീഷേട്ടനും നെവിനും കൂടി നിറഞ്ഞാടിയിട്ടുള്ള ഈ ദിവസം അവസാനിക്കുമ്പോൾ അനുമോൾ ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. അനുമോൾക്ക് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് കൃത്യമായ ധാരണയുണ്ട്, വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലെന്നാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അനീഷേട്ടനെ സംബന്ധിച്ച് അനീഷേട്ടൻ ഈ ട്രാക്കിൽ തന്നെയാണ് പോകുക എന്നുള്ളത് ഓൾമോസ്റ്റ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷേ ഈ 1-2 ചെക്ക് മൂവുകൾ പുള്ളി പൊളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ ഗെയിമും സ്ട്രാറ്റജിയും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ആദിലെ നൂറമാർ ശരിക്കും ഒന്ന് ഒലഞ്ഞിട്ടുണ്ട്, ഒലഞ്ഞിട്ടുണ്ട്. അനുമോൾ ഒരു കൊടുങ്കാറ്റായി മാറിയായിരുന്നു ഗൈസ്. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം അനുമോളെ സമ്മതിച്ചിരിക്കുന്നു കേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് പരിപാടികൾ അവർ ഇങ്ങനെ മത്സരിച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കൊടുത്ത് മെയിൻ വിന്നറിൻ്റെ പൈസ കുറയുന്നുണ്ട് എന്ന് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ആകെ രസം ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു ഗെയിമിൽ എല്ലാവരും ഇടത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ അനുമോൾ മാത്രം വലത്തോട്ട് നോക്കി നിന്ന് മറ്റേ ഡോറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്, ആക്ടിവിറ്റി ഏരിയയുടെ. ഈ സ്കൂളിലൊക്കെ ജനഗണമന പാടി തുടങ്ങുമ്പോഴേക്കും ഫസ്റ്റ് ഞാൻ ഓടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടാവുമല്ലോ, ബാഗൊക്കെ ഇങ്ങനെ പുറകെ കൂടി കൈയിട്ടിട്ട് ജയഹേ കേട്ടിട്ട് ഓടാൻ നിൽക്കുക എന്ന് പറയുന്ന പോലെ, ഞാനൊന്നും ഇവരുടെ ഒന്നും കൂടെ ഇല്ല, എനിക്ക് ഇപ്പം ഇറങ്ങി ഇവിടെ നിന്ന് ഓടണം എന്നുള്ള ഭാവത്തിൽ എല്ലാവരും ഇടത്തേക്ക് നോക്കുമ്പോൾ വലത്തേക്ക് നോക്കി നിൽക്കുന്ന അനുമോളെ കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കാര്യമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളൊക്കെ ആയിട്ട് ഒരു ഓളത്തിൽ അങ്ങനെ പോകുന്നു. ഇതിനിടയിൽ PR-കാരോട് പറയാനുള്ളൊരു വലിയ റിക്വസ്റ്റ്, ഗെയിമിൻ്റെ ഭാഗമായി ഞാനൊരു പാവം കുട്ടിയാണേ, അവളുമാർ എന്നോട് കാണിക്കുന്ന ഈ ദ്രോഹം കണ്ടില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആഴ്ച എവിക്റ്റായി പോകണം ചേട്ടാന്ന് അനീഷിനോട് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. ദയവേത് PR-കാർ ഇത് സീരിയസ് ആക്കി എടുത്ത് അനുമോളെ എവിക്റ്റ് ആക്കരുത്. അനുമോളിങ്ങനെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കൊച്ചു കള്ളമായി അതിനെ കണ്ടാൽ മതി എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് ഗെയിമുകൾ മൈൻഡ് ഗെയിമുകൾ കണ്ടിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ഹൈപ്പ് ചെയ്യുന്ന കാര്യം.